കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ലാസ്റ്റ് ഡിഫറൻസിയേഷന്റെ റൂള് ദാറ്റ് ഈസ് ക്രോസ് പ്രൊഡക്റ്റ് റൂൾ ആയിരുന്നു അവിടെ നമ്മൾ നിർത്തിയിട്ടുണ്ടായിരുന്നത്. ചെയിൻ റൂൾ എടുത്തിട്ടില്ലല്ലോ? ഇല്ല. ഓക്കെ, നെക്സ്റ്റ് ചെയിൻ റൂള് പറയുന്നത് ഇഫ് R is a differentiable function of S, if R is a differentiable function of S and S is a differentiable function of T, then dr divided by dt is equal to dr divided by ds into ds divided by dt. നിങ്ങൾ ഒരു പക്ഷേ പഠിച്ചിട്ടുണ്ടായിരിക്കും ചെയിൻ റൂൾ എന്താ, നിങ്ങൾക്ക് ഒരു പക്ഷേ അറിയണ്ടായിരിക്കും ഫംഗ്ഷൻ ഓഫ് സിംഗിൾ വേരിയബിൾ ആണെങ്കിൽ. ഇവിടെ പറയുന്നത് ആർ എന്താണ്, ഒരു ഡിഫറൻഷ്യബിൾ ഫംഗ്ഷൻ ആണ്, പക്ഷെ ആറിന്റെ അകത്തുള്ള വേരിയബിൾ എസ് ആണ്. ദാറ്റ് ഈസ് ആർ ഈസ് എ ഫംഗ്ഷൻ ഓഫ് എസ്. ഇനി എസ് എന്താണ്, വേറെ ഫംഗ്ഷനാണ്, പക്ഷേ ഈ ഫംഗ്ഷന്റെ അകത്തുള്ള വേരിയബിൾ എന്താണ്, ടി ആണ്. ദാറ്റ് ഈസ് എസ് ഈസ് എ ഡിഫറൻഷ്യബിൾ ഫംഗ്ഷൻ ഓഫ് ടി. അങ്ങനെയാണെങ്കിൽ ദാറ്റ് ഈസ് എസ് ഈസ് എ ഡിഫറൻഷ്യബിൾ ഫംഗ്ഷൻ ഓഫ് ടി. അങ്ങനെയാണെങ്കിൽ ഡി ആർ ഡിവൈഡ് ബൈ ഡി ടി നമുക്ക് എന്ത് ചെയ്യാം, ആർ എന്ന ഫംഗ്ഷനെ വിത്ത് റെസ്പെക്ട് ടു ടി ഡെറിവേറ്റ് ചെയ്യാം. ഇത് ചെയ്യുന്നതിന് എന്ത് ചെയ്താൽ മതി, ആറിനെ വിത്ത് റെസ്പെക്ട് ടു എസ് ഡെറിവേറ്റ് ചെയ്യുക, നെക്സ്റ്റ് ഇൻറ്റു എസിനെ വിത്ത് റെസ്പെക്ട് ടു ടി ഡെറിവേറ്റ് ചെയ്യാം. നിങ്ങൾക്ക് അറിയണ്ടായിരിക്കും, ഞാൻ ഒരു ഫോർ എക്സാമ്പിൾ പഠിച്ചിട്ടുണ്ടോ ഇത് ചെയിൻ റൂൾ വേറെ എവിടെയെങ്കിലും പഠിച്ചിട്ടുണ്ടോ? എല്ലോ എവിടെയെങ്കിലും പഠിച്ചിട്ടുണ്ടോ? പഠിച്ചിട്ടുണ്ട്. ഞാൻ ഒന്നും കൂടി പറയാം. നമുക്ക് തന്നിട്ടുള്ള ആർ എന്നുള്ളത് എസിലെ ഫംഗ്ഷൻ ആണ്. That is R is a function of S and S is a function of T ആണെങ്കിൽ dr divided by dt this equal to എന്താ ചെയ്യേണ്ടത്, dr divided by ds into next ds divided by dt. അപ്പൊ നമുക്ക് ഇത് പ്രൂവ് ചെയ്യണം. ഓക്കെ, അപ്പൊ തന്നിട്ടുള്ള കാര്യം നമുക്ക് എന്ത് ചെയ്യാം, പെട്ടെന്ന് എടുത്ത് എഴുതാം. ആർ എന്താണ്, സം ഫംഗ്ഷൻ ഓഫ് എസ് പറഞ്ഞിട്ടുണ്ട് അല്ലെ. ദാറ്റ് ഈസ് ഗിവൺ പ്രൂഫ്. ഗിവൺ R is a function of S. അപ്പോൾ നമുക്ക് വേണമെങ്കിൽ എങ്ങനെ എഴുതാം, R of S equal to some function of, that is vector valued function ആണ് R, that is f of Si plus g of Sj plus h of Sk എന്ന് എഴുതാം. ഇനി ഇവിടെ എഫും ജിയും എസും എന്താണ്, ഫംഗ്ഷൻ ഓഫ് ടി ആണ്. ദാറ്റ് ഈസ് ഇതെന്താണ്, സം ഫംഗ്ഷൻ ഓഫ് ടി ആണ്. അതുപോലെ തന്നെ ഇതും സം ഫംഗ്ഷൻ ഓഫ് ടി ആണ്. ദാറ്റ് ഈസ് ഇതും സം ഫംഗ്ഷൻ ഓഫ് ടി, കാരണം എസ് എന്താണ്, ഫംഗ്ഷൻ ഓഫ് ടി ആണ്. Therefore ഇതെല്ലാം എഫും ജിയും എച്ചും സം ഫംഗ്ഷൻ ഓഫ് ടി ആണ്. അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, നോർമൽ ഡെറിവേറ്റീവ് ഉപയോഗിച്ച് ഇവിടെ ചെയിൻ റൂൾ ഉപയോഗിക്കാൻ പറ്റും. ഇവിടെ എസ് എന്നുള്ളത് ഫോർ എക്സാമ്പിൾ ഞാൻ ഇവിടെ ഒരു എക്സാമ്പിൾ എഴുതാം. ദാറ്റ് ഈസ് ആർ ഓഫ് എസ് ഈക്വൽ ടു, ഞാൻ ഇങ്ങനെ എഴുതാൻ പോവാണ്, ദാറ്റ് ഈസ് എസ് സ്ക്വയർ ഐ പ്ലസ് നെക്സ്റ്റ് 3sj പ്ലസ് സം ഇ റേസ് ടു എസ് കെ, ഇങ്ങനെ എഴുതി. അപ്പൊ ഇവിടെ നിന്നാണ് എസ്, ആർ ഓഫ് എസ് എന്നുള്ളത് എസിലുള്ള, ആർ എന്നുള്ളത് എസിലുള്ള ഒരു വെക്റ്റർ വാല്യൂഡ് ഫംഗ്ഷൻ ആണ്. ഇനി എസ് എന്താണ്, ഇവിടുത്തെ എസ് എന്നുള്ള ഫംഗ്ഷന് എസ് പറയുന്നത് ടിയുടെ ഫംഗ്ഷൻ ആണ്. ദാറ്റ് ഈസ് ഇതിനെ ഞാൻ എഫ് എന്ന് വിളിക്കാൻ പോവാണ്, എഫ്. ഇതിനെ ജി എന്ന് വിളിക്കാൻ പോവാണ്, ഇതിനെ എച്ച് എന്ന് വിളിക്കാൻ പോവാണ്. അപ്പൊ ആറ് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, എഫിന്റെയും ജിയുടെയും എച്ച് ഉണ്ട്. ആ എഫും ജിയും എച്ചും എന്താണ്, ഫംഗ്ഷൻ ഓഫ് എസ് ആണ്. നെക്സ്റ്റ് ഈ എഫ് എന്നുള്ളത് നെക്സ്റ്റ് എന്ത് ചെയ്യാം, ഈ എസിനെ സം ഫംഗ്ഷൻ ഓഫ് ടി വിളിച്ചിട്ടുണ്ട്. ഓക്കെ, ദാറ്റ് ഈസ് ഞാൻ ഇതിനെ എഫിനെ വിത്ത് റെസ്പെക്ട് ടു എഫ് ഈസ് എ ഫംഗ്ഷൻ ഓഫ് ടി, അതുപോലെ തന്നെ ജി ഈസ് എ ഫംഗ്ഷൻ ഓഫ് ടി. എന്നിട്ട് ഇതിലെ എഫ് ഈക്വൽ ടു സം എസ് സ്ക്വയർ ആണ്, ജി ഈക്വൽ ടു 3s ആണ്, അതുപോലെ തന്നെ എച്ച് ഈക്വൽ ടു ഇ റേസ് ടു എസ് ആണ്. ഇവിടെ ഈ എസ് എന്നുള്ളത് ഫംഗ്ഷൻ ഓഫ് ടി ആണെങ്കിൽ, എസ് എന്നുള്ളത് ഫംഗ്ഷൻ ഓഫ് ടി ആണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, ഇവിടെ ഇപ്പൊ എന്തായി, ഈ എഫ് ഈസ് എ ഫംഗ്ഷൻ ഓഫ് എസ് ആൻഡ് എസ് ഈസ് എ ഫംഗ്ഷൻ ഓഫ് ടി. ഇത് ഇവിടെ വെക്റ്റർ വാല്യൂഡ് ഫംഗ്ഷൻ ഒന്നല്ല, നോർമൽ ഫംഗ്ഷൻ ആണ്. എസ് സ്ക്വയർ എസ് എന്താണ്, സം ഫംഗ്ഷൻ ഓഫ് ടി. അതുപോലെ തന്നെ ജി എന്താണ്, ജി ഈസ് എ ഫംഗ്ഷൻ ഓഫ് എസ് ആൻഡ് എസ് ഈസ് എ ഫംഗ്ഷൻ ഓഫ് ടി. അതുപോലെ തന്നെ എച്ച് എന്താണ്, എച്ച് ഈസ് എ സം ഫംഗ്ഷൻ ഓഫ് എസ് ആൻഡ് എസ് ഈസ് എ ഫംഗ്ഷൻ ഓഫ് ടി. ഓക്കെ,
അപ്പോൾ ഇവിടെ തന്നിട്ടുള്ളത് ഈ ആർ എന്നുള്ളത് എസിലെ ഫംഗ്ഷനും എസ് എന്നുള്ളത് ടിയുടെ ഫംഗ്ഷനും ആണെങ്കിൽ നമ്മൾ ഇവിടെ ഈ ആർ ഓഫ് എസിനെ ഇങ്ങനെ എടുത്ത് എഴുതി കഴിഞ്ഞാൽ ഇവിടെ എഫും ജിയും എച്ചും എന്താണ് സം ഫംഗ്ഷൻ ഓഫ് ടി ആണെങ്കിൽ ഇവിടെ നമുക്ക് നോർമൽ ഡെറിവേറ്റീവ് നോർമൽ ചെയിൻ റൂൾ ഉപയോഗിക്കാം. ദാറ്റ് ഈസ് എങ്ങനെ ഉപയോഗിക്കാം? എഫിനെ വിത്ത് റെസ്പെക്ട് ടു എസ് ചെയ്യണമെങ്കിൽ എഫിനെ വിത്ത് റെസ്പെക്ട് ടു ടി ഡെറിവേറ്റീവ് ചെയ്യണമെങ്കിൽ എന്ത് ചെയ്താൽ മതി? ദാറ്റ് ഈസ് ഡി എഫ് ഡിവൈഡഡ് ബൈ ഡി ടി കണ്ടുപിടിക്കണമെങ്കിൽ ഇവിടെ ചെയിൻ റൂൾ ഉപയോഗിച്ചാൽ മതി. ദാറ്റ് ഈസ് എന്താണ്? ഡി എഫ് ഡിവൈഡ് ബൈ ഡി എസ് നെക്സ്റ്റ് ഡി എസ് ഡിവൈഡ് ബൈ ഡി ടി. ഇത് നോർമൽ ചെയിൻ റൂൾ ആണ്. ഇവിടെ വെക്റ്റർ വാല്യൂഡ് ഫംഗ്ഷൻ ആണ്. ഇതിലെ ഓരോ കമ്പോണന്റിനെയും എഫ് ജി എച്ച് വിളിച്ചിട്ടുണ്ടെങ്കിൽ അതിനെ നമുക്ക് എന്ത് ചെയ്യാം? നോർമൽ ചെയിൻ റൂൾ ഉപയോഗിച്ച് എഴുതാൻ പറ്റും. അതുപോലെ തന്നെ അടുത്ത ജിനെ വിത്ത് റെസ്പെക്ട് ടു ടി ചെയ്യണമെങ്കിലോ ദാറ്റ് ഈസ് ഇവിടെയും നോർമൽ ചെയിൻ റൂൾ ഉപയോഗിക്കാം. ദാറ്റ് ഈസ് ഡി ജി ഡിവൈഡഡ് ബൈ ഡി എസ് ഡി ജി ഡിവൈഡ് ബൈ ഡി ടി ദിസ് ഈക്വൽ ടു ഡി ജി ഡിവൈഡഡ് ബൈ ഡി എസ് നെക്സ്റ്റ് ഡി എസ് ഡിവൈഡ് ബൈ ഡി ടി ചെയ്യാം. ഓക്കെ, നെക്സ്റ്റ് ഇവിടെയും നമുക്ക് എന്ത് ചെയ്യാം? ചെയിൻ റൂൾ ഉപയോഗിക്കാം. ദാറ്റ് ഈസ് അടുത്ത ടേം ഡി എച്ച് ഡിവൈഡഡ് ബൈ ഡി ടി കണ്ടുപിടിക്കണമെങ്കിൽ എന്ത് ചെയ്താൽ മതി? ഇവിടെ ഡി എച്ച് ഡിവൈഡ് ബൈ ഡി എച്ച് ഡിവൈഡ് ബൈ ഡി എസ് ഇൻറ്റു ഡി എസ് ഡിവൈഡ് ബൈ ഡി ടി എഴുതിയാൽ മതി. ഡി ടി കണ്ടുപിടിച്ചാൽ മതി. ഓക്കെ, അപ്പോൾ ടെക്സ്റ്റ് ബുക്കിൽ എങ്ങനെ ഉണ്ടായിരിക്കും? ആർ ഓഫ് എസ് ഈക്വൽ ടു ഇത്, എന്നിട്ട് ഈ 3 ഫംഗ്ഷൻ ഇതേപോലെ ഇതുണ്ടായിരിക്കും. അത് നിങ്ങളൊന്ന് കണക്ട് ചെയ്ത് ഇവിടെ സൈഡിൽ എഴുതി വെക്കണം. ഇത് നോർമൽ ഫംഗ്ഷൻ ആണ്. ഇവിടെ വെക്ടർ ഒന്നുമില്ല. എഫ് എന്നുള്ളത് ഞാൻ ഇവിടെ എഴുതിയ പോലെ ഇവിടെ സം എസ് സ്ക്വയർ, ഇവിടെ ഐ ജെ കെ ഒന്നുമില്ല. അതുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാം? ഇവിടെ നോർമൽ ചെയിൻ റൂൾ ഉപയോഗിക്കാം. ദാറ്റ് ഈസ് അതിൽ നിന്നാണ് നമുക്ക് ഈ ഇക്വേഷൻസ് ഈ 3 ഇക്വേഷൻസ് നമ്മൾ എടുത്തെഴുതുന്നത്. ഓക്കെ, ഇനി നമുക്ക് എന്ത് ചെയ്യണം? സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം. ദാറ്റ് ഈസ് ഡി എസ് ഡിവൈഡഡ് ബൈ ഡി ആർ ഡിവൈഡഡ് ബൈ ഇതിനെ വിത്ത് റെസ്പെക്ട് ടു എസ് എങ്ങനെ ടി എങ്ങനെ ഡെറിവേറ്റീവ് ചെയ്യാം? ഒരു ആർ ഓഫ് ടി നമുക്ക് കിട്ടിയിട്ടുണ്ടെങ്കിൽ ആർ ഓഫ് എസ് നമുക്ക് കിട്ടിയിട്ടുണ്ടെങ്കിൽ ദാറ്റ് ഈസ് ആർ ഓഫ് എസ് ഈക്വൽ ടു നമ്മൾ തൊട്ട് മുന്നേ എഴുതി ദാറ്റ് ഈസ് എഫ് ഓഫ് എസ് ഐ പ്ലസ് ജി ഓഫ് എസ് ജെ പ്ലസ് എച്ച് ഓഫ് എസ് കെ ആണെങ്കിൽ ഇതിനെ വിത്ത് റെസ്പെക്ട് ടു ടി എങ്ങനെ ഡെറിവേറ്റീവ് ചെയ്യാം? ദാറ്റ് ഈസ് ഡി ബൈ ഡി ടി ഓഫ് ആർ ഡി ആർ ഡിവൈഡ് ബൈ ഡി ടി എങ്ങനെ ചെയ്യും? ഇതിലെ ഓരോ കമ്പോണന്റിനെയും നമുക്ക് എന്ത് ചെയ്യും? വിത്ത് റെസ്പെക്ട് ടു ടി ഡെറിവേറ്റീവ് ചെയ്യും. നമുക്ക് എഴുതാം, റിസൾട്ട് എഴുതാം. ഡി ആർ ഡിവൈഡ് ബൈ ഡി ടി ദിസ് ഈക്വൽ ടു ഇതിനെ ഓരോന്നിനെയും എന്ത് ചെയ്യണം? ഡെറിവേറ്റീവ് ചെയ്യണം അല്ലെ? വിത്ത് റെസ്പെക്ട് ടു ടി. ദാറ്റ് ഈസ് എന്ത് വരും? ഡി എഫ് ഡിവൈഡഡ് ബൈ ഡി ടി ഐ പ്ലസ് നെക്സ്റ്റ് ഡി ജി ഡിവൈഡഡ് ബൈ ഡി ടി ജെ പ്ലസ് നെക്സ്റ്റ് ഡി എച്ച് ഡിവൈഡഡ് ബൈ ഡി ടി കെ എന്ന് എഴുതാം. ഇവിടുത്തെ ഓരോന്നും നമ്മൾ ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട് അല്ലെ? അത് അവർ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. ദാറ്റ് ഈസ് ഡി എഫ് ഡിവൈഡ് ബൈ ഡി ടി നമ്മൾ കണ്ടുപിടിച്ചിട്ടുണ്ട്, ഡി ജി ഡിവൈഡ് ബൈ ഡി ടി കണ്ടുപിടിച്ചിട്ടുണ്ട്, അതുപോലെ തന്നെ ഡി എച്ച് ഡിവൈഡ് ബൈ ഡി ടിയും കണ്ടുപിടിച്ചിട്ടുണ്ട്. അത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ എന്ത് വരും? ദാറ്റ് ഈസ് ഡി എഫ് ഡിവൈഡഡ് ബൈ ഡി എസ് ഡോട്ട് ഇൻറ്റു ഡി എസ് ഡിവൈഡ് ബൈ ഡി ടി നെക്സ്റ്റ് ഐ അടുത്ത ടേം ഡി ജി ഡിവൈഡഡ് ബൈ ഡി എസ് ഡോട്ട് ഡി എസ് ഡിവൈഡ് ബൈ ഡി ടി പ്ലസ് ജെ പ്ലസ് അടുത്ത ടേം ഡി എച്ച് ഡിവൈഡഡ് ബൈ ഡി എസ് ഡോട്ട് ഡി എസ് ഡിവൈഡ് ബൈ ഡി ടി കെ. ഓക്കെ, ഇനി ഇവിടെ ഒരു ടേം കോമൺ ആണ്. ഏതാണ്? ദാറ്റ് ഈസ് ഡി എസ് ഡിവൈഡ് ബൈ ഡി ടി കോമൺ ആണ് അല്ലെ? എല്ലാ ടേമിലും ഉണ്ട്. അത് പുറത്തേക്ക് എടുത്തു കഴിഞ്ഞാൽ എന്ത് വരും? ദാറ്റ് ഈസ് ഡി എഫ് ഡിവൈഡഡ് ബൈ ഡി എസ് ഐ പ്ലസ് നെക്സ്റ്റ് ഡി ജി ഡിവൈഡഡ് ബൈ ഡി എസ് ജെ പ്ലസ് അടുത്ത് ഡി എച്ച് ഡിവൈഡ് ബൈ ഡി എസ് കെ ഡോട്ട് പുറത്തുനിന്നുണ്ട് ഡി എസ് ഡിവൈഡഡ് ബൈ ഡി ടി എന്ന് എഴുതാം അല്ലെ? ഈ ഒരു ടേം എന്താണ്? ഈ ടേം ഡി ആർ ഡിവൈഡ് ബൈ ഡി എസ് ആണ് അല്ലെ? ഡി ആർ ഡിവൈഡ് ബൈ ഡി എസ് ആണ് ഇത്. ഡി ആർ ഡിവൈഡ് ബൈ ഡി എസ് പറഞ്ഞാൽ എന്താ? എഫിനെ വിത്ത് റെസ്പെക്ട് ടു എസ് ചെയ്യാം, ജിനെ വിത്ത് റെസ്പെക്ട് ടു എസ് ചെയ്യാം, എച്ചിനെ വിത്ത് റെസ്പെക്ട് ടു എസ് ചെയ്യാം. അതാണ് നമ്മൾ ഇവിടെ എഴുതിയിട്ടുള്ളത്. therefore നമ്മുടെ ബ്രാക്കറ്റിന്റെ അകത്തുള്ള ടേം എന്താണ്? that is this equal to dr divided by ds dot പുറത്ത് എന്താണ്? ds divided by dt. ഇതാണ് നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത് അല്ലേ? dr divided by dt equal to എന്ത് കിട്ടി? dr divided by ds into ds divided by dt കിട്ടി. ക്ലിയർ ആണോ? ക്ലിയർ ആണോ? ഓക്കെ, നെക്സ്റ്റ് അടുത്ത ക്വസ്റ്റ്യൻ. ഇത് ലാസ്റ്റ് നമ്മൾ പഠിച്ചിട്ടില്ല. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ഡോട്ട് പ്രോഡക്റ്റിന്റെ ഡിഫറൻസിയേഷൻ പഠിച്ചു, ക്രോസ് പ്രോഡക്റ്റിന്റെ ഡിഫറൻസിയേഷൻ പഠിച്ചു. അതുപോലെ തന്നെ ഇപ്പൊ ചെയിൻ റൂൾ വെച്ചുകൊണ്ടുള്ള ചെയിൻ റൂളിന്റെ ഡിഫറൻസ് ചെയിൻ റൂളും കൂടിയും പഠിച്ചു. ഈ മൂന്നും നിങ്ങൾ 2-3 പ്രാവശ്യം പേപ്പറിൽ വ്യക്തമായിട്ട് എഴുതി നോക്കുക.
ഒന്നോ രണ്ടോ പ്രാവശ്യം കറക്റ്റ് ആയിട്ട് എഴുതാൻ പറ്റുമെങ്കിൽ നിങ്ങൾ നിർത്താം. ഒരു പ്രാവശ്യം എഴുതിയിട്ടുണ്ടെങ്കിൽ വീണ്ടും ഒന്നും കൂടി എന്ത് ചെയ്യുക, പേപ്പർ അധികം ടൈം ഒന്നും എടുക്കില്ല, അരമണിക്കൂറിന് നമുക്ക് എഴുതി നോക്കാം. എക്സാമിന് വന്നിട്ടുണ്ടെങ്കിൽ പിന്നെ നിങ്ങൾ അപ്പം എഴുതി കഴിഞ്ഞാൽ ഒരു പക്ഷേ ആകെ കൺഫ്യൂഷൻ ആയിട്ട് സ്റ്റക്കായി നിൽക്കും. അതുകൊണ്ട് നിങ്ങൾ ഇപ്പോൾ ഒരു പേപ്പർ എടുത്ത് അറിയുമെങ്കിലും എന്ത് ചെയ്യുക, ഒന്ന് എഴുതി നോക്കുക. ചെയിൻ റൂളൊക്കെ, പ്രത്യേകിച്ച് ചെയിൻ റൂളും ഒന്ന് എഴുതി നോക്കുക. അടുത്തൊരു ക്വസ്റ്റ്യൻ, ലെറ്റ് R1 of t equal to cos ti plus sin tj plus tk and R2 of t equal to I plus tk. First question ഏതാണ്? d by dt of R1 of t dot R2 of t. ഡോട്ട് പ്രൊഡക്റ്റ് കണ്ടുപിടിക്കാം അല്ലെ, രണ്ട് രീതിയിൽ വേണമെങ്കിൽ ചെയ്യാം. ഇവിടെ ക്വസ്റ്റ്യൻ പ്രത്യേകിച്ച് ഒന്നും തന്നിട്ടില്ലെങ്കിൽ യൂസിങ് ഡിഫറൻസിയേഷൻ റൂൾ പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്ത് ചെയ്യാം, ഇവിടെ ഡിഫറൻസിയേഷൻ റൂൾ ബേസ് ചെയ്യണം. അല്ലാതെ പ്രത്യേകിച്ച് ഒന്നും തന്നില്ലെങ്കിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ എന്ത് ചെയ്യാം, ഇതിന്റെ ഡോട്ട് പ്രൊഡക്റ്റ് കണ്ടുപിടിക്കുക, എന്നിട്ട് എന്ത് ചെയ്യാം, ഡെറിവേറ്റ് ചെയ്യാം. ഓക്കെ, ഇവിടെ അവർ ഉദ്ദേശിച്ചത് ഡോട്ട് പ്രൊഡക്റ്റ് റൂൾ ഉപയോഗിച്ച് കണ്ട ഡിഫറൻസിയേഷൻ ഡോട്ട് പ്രൊഡക്റ്റിന്റെ ഡിഫറൻസിയേഷൻ റൂൾ ഉപയോഗിച്ച് കണ്ടുപിടിക്കാനാണ്. ഓക്കെ, എന്താണ് ഇതിന്റെ ഡെറിവേറ്റീവ്? ദാറ്റ് ഈസ് d by dt of R1 of t dot R2 of t plus next R2 of t into R1 of t dot d by dt of R2 of t. Okay, that is ഒന്നാമത്തെ ഫംഗ്ഷനെ ഡെറിവേറ്റ് ചെയ്യാം, രണ്ടാമത്തെ ഫംഗ്ഷൻ കൊണ്ട് ഡോട്ട് പ്രോഡക്റ്റ് ചെയ്യാം, പ്ലസ് സെക്കൻഡ് ഫംഗ്ഷനെ ഡെറിവേറ്റ് ചെയ്യാം, എന്നിട്ട് ഒന്നാമത്തെ ഫംഗ്ഷൻ കൊണ്ട് ഡോട്ട് പ്രോഡക്റ്റ് ചെയ്യാം. എന്നാണ് R1 dash of t. R1 dash of t this equal to ഇതിന്റെ ഡെറിവേറ്റീവ് ദാറ്റ് ഈസ് മൈനസ് സൈൻ ടി ഐ പ്ലസ് കോസ് ടി ജെ പ്ലസ് കെ. നെക്സ്റ്റ് എന്താണ് R2? ഞാൻ ഇതിന്റെ കൂടെ തന്നെ ഈ R2 of t എഴുതാൻ പോവാണ്, കാരണം ഇൻഡു ചെയ്യാൻ വളരെ സിമ്പിൾ ആയിരിക്കും. R2 of t എന്തായിരുന്നു? ദാറ്റ് ഈസ് I പ്ലസ് 0j പ്ലസ് ടി കെ അല്ലെ, ജെ കോർഡിനേറ്റ് ഇല്ല, അതുകൊണ്ട് 0j. ഇനി അടുത്തത് R1 of t എന്തായിരുന്നു? R1 of t ഈക്വൽ ടു കോസ് ടി sin t j plus tk. ഇനി R2 dash, that is R2 dash of t എന്താണ്? That's equal to 0i plus 0j plus k അല്ലേ. ഇനി എന്താ വേണ്ടേ? that is നമ്മുടെ റിസൾട്ട് പെട്ടെന്ന് എഴുതാം. that is d by dt of R1 of t dot R2 of t this equal to എന്താ വേണ്ടത്? ഇത് രണ്ടും എന്താ ഡോട്ട് പ്രോഡക്റ്റ് ചെയ്യാം അല്ലെ, പ്ലസ് ഇത് രണ്ടും ഡോട്ട് പ്രോഡക്റ്റ് ചെയ്യാം. ദാറ്റ് ഈസ് നിങ്ങൾ ഫസ്റ്റ് എന്ത് ചെയ്യുക, ഇത് റിസൾട്ട് ചെയ്ത് വെക്കണം. ദാറ്റ് ഈസ് R1 of t ഡോട്ട് R2 of t പ്ലസ് നെക്സ്റ്റ് R2 അല്ലെങ്കിൽ R1 of t ഡോട്ട് R2 dash of t. പെട്ടെന്ന് ഡോട്ട് പ്രോഡക്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇതെന്ത് ചെയ്യാം, എങ്ങനെ ഡോട്ട് പ്രോഡക്റ്റ് ചെയ്യാം? ഐയുടെ കമ്പോണൻസ് നമ്മൾ ഇൻറ്റു ചെയ്യാം, ജെയുടെ കമ്പോണൻസ് നമ്മൾ ഇൻറ്റു ചെയ്യാം, കെയുടെ കമ്പോണൻസ് നമ്മൾ ഇൻറ്റു ചെയ്യാം. ഓക്കെ, ദാറ്റ് ഈസ് ഇവിടെ ടി ഉണ്ടായിരുന്നു അല്ലേ, ദാറ്റ് ഈസ് ഇവിടെ ടി ഉണ്ടായിരുന്നു. ഓക്കെ, ദാറ്റ് ഈസ് ടി ചെയ്യുമ്പോൾ 1 ആയി R2 of t. ഓക്കെ, കറക്റ്റ് ആണ്. ദാറ്റ് ഈസ് ഇൻറ്റു ചെയ്യുമ്പോൾ എന്ത് വരും? ദാറ്റ് ഈസ് I ഇൻറ്റു I, ദാറ്റ് ഈസ് 1 വരും, ദാറ്റ് ഈസ് മൈനസ് സൈൻ ടി. നെക്സ്റ്റ് 0 ഇൻറ്റു കോസ് ടി, ദാറ്റ് ഈസ് 0 പ്ലസ് 0 പ്ലസ് അടുത്തത് k ഇൻറ്റു 1 ഇൻറ്റു ടി, ദാറ്റ് ഈസ് ഈക്വൽ ടു ടി. ദാറ്റ് ഈസ് ദിസ് പ്ലസ് ഇതെന്ത് വരും? ദാറ്റ് ഈസ് കോസ് ടി ഇൻറ്റു 0, ദാറ്റ് ഈസ് 0 പ്ലസ് ഐ ജെ കെ കമ്പോണൻസ് ചെയ്തില്ല. ഡോട്ട് പ്രോഡക്റ്റ് എപ്പോഴും സ്കേലാർ ക്വാണ്ടിറ്റി ആണ്. ഐ ജെ കെ കമ്പോണൻസ് ഒരിക്കലും അറിയാതെ എഴുതി വെക്കരുത്. നെക്സ്റ്റ് സൈൻ ടി ഇൻറ്റു 0, ദാറ്റ് ഈസ് 0 പ്ലസ് ടി ഇൻറ്റു 1, ദാറ്റ് ഈസ് ടി. ദാറ്റ്സ് ഈക്വൽ ടു കംപ്ലീറ്റ് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ എന്ത് വരും? ടെക്സ്റ്റ് ബുക്കിൽ നിങ്ങളൊന്ന് കമ്പയർ ചെയ്യണം. ആഡ് ചെയ്ത് കഴിഞ്ഞാൽ എന്ത് വരും? മൈനസ് സൈൻ ടി പ്ലസ് 2t എന്ന് ആൻസർ വരും. ഓക്കെ, ഇതേപോലെ നിങ്ങൾ ഒരു ക്വസ്റ്റ്യൻ നിങ്ങൾ സ്വന്തമായിട്ടൊന്ന് ചെയ്യാം. ദാറ്റ് ഈസ് d by dt ഓഫ് R1 of t ക്രോസ് R2 of t. ഡിഫറൻസിയേഷൻ റൂൾ ഉപയോഗിച്ച് നിങ്ങൾ ചെയ്യാം. അങ്ങനെ റിസൾട്ട് ഒന്നാമത്തെ ഫംഗ്ഷൻ ദാറ്റ് ഈസ് R1 dash of t ക്രോസ് R2 of t പ്ലസ് നെക്സ്റ്റ് R2 of t അല്ലെങ്കിൽ R1 of t ക്രോസ് R2 of t. എങ്ങനെ ക്രോസ് പ്രൊഡക്റ്റ് ചെയ്യാം? ദാറ്റ് ഈസ് അത് ഇതും കൂടി ഞാൻ ചെയ്യാം, കൺഫ്യൂഷൻ വേണ്ട, ഇതും കൂടി ഞാൻ ചെയ്യാം. R1 of t നമുക്കറിയാം അല്ലെ, R1 of t കണ്ടുപിടിച്ചിട്ടുണ്ട്, R2 of t നമുക്കറിയാം അല്ലെ. ദാറ്റ് ഈസ് ഈക്വൽ ടു ഇവിടെ എഴുതാം, ഇവിടെ നമ്മൾ കണ്ടുപിടിച്ചുകൊണ്ട് ഇവിടെ എഴുതാം, ഈ ഒരു പേജിൽ എഴുതാം. എന്ത് ചെയ്യണം? ഇതിന്റെ രണ്ടിന്റെയും ക്രോസ് പ്രൊഡക്റ്റ് കണ്ടുപിടിക്കണം അല്ലെ. എങ്ങനെ ക്രോസ് പ്രൊഡക്റ്റ് കണ്ടുപിടിക്കാം? ദാറ്റ് ഈസ് R1 of t ക്രോസ് R2 of t.
ദാറ്റ്സ് ഈക്വൽ ടു ijk. അറിയാത്തവർക്ക് വേണ്ടിയിട്ടാണ്, എല്ലാവർക്കും അറിയുണ്ടായിരിക്കും എന്ന് പേരിൽ ചെയ്യാണ്. ദാറ്റ് ഈസ് സൈൻ ടി. ഏതാണോ നമ്മൾ ഫസ്റ്റ് ഇത് r1 ഓഫ് ടി ക്രോസ് r2 ഓഫ് ടി പറഞ്ഞു കഴിഞ്ഞാൽ r1 ഓഫ് ടിയുടെ കോഫിഷ്യന്റ് ഫസ്റ്റ് റോയിൽ എഴുതുക. തിരിച്ചെഴുതി കഴിഞ്ഞാൽ നെഗറ്റീവിന്റെ ഡിഫറൻസ് വരും. അതുകൊണ്ട് ഏതാണോ ഫസ്റ്റ് എഴുതുന്നത് അതിന്റെ കോഫിഷ്യന്റ് സെക്കൻഡ് റോയിൽ എഴുതുക. ദാറ്റ് ഈസ് മൈനസ് ഐയുടെ കോഫിഷ്യന്റ് മൈനസ് സൈൻ ടി, ജെയുടെ കോഫിഷ്യന്റ് കോസ് ടി, അടുത്തത് കെയുടെ കോഫിഷ്യന്റ് 1. നെക്സ്റ്റ് ഇവിടെ എന്ത് വരും? ദാറ്റ് ഈസ് r2 ഓഫ് ടി. ദാറ്റ് ഈസ് ഇവിടെ 1 വരും, ഇത് 0 വരും, ഇവിടെ ടി വരും. എന്നിട്ട് ഇതിന്റെ ഡിറ്റർമിനന്റ് ആണ് കോസ് പ്രോഡക്റ്റ്. ഐ നിൽക്കുന്ന കോളം റോയും എലിമിനേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ എന്ത് വരും? ടി കോസ് ടി വരും അല്ലെ. ടി കോസ് ടി മൈനസ് 0. നെക്സ്റ്റ് മൈനസ് ജെ ഇൻറ്റു ജെ നിൽക്കുന്ന കോളം റോയും എലിമിനേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ മൈനസ് ടി സൈൻ ടി മൈനസ് 1 വരും. നെക്സ്റ്റ് പ്ലസ് കെ ഇൻറ്റു കെ നിൽക്കുന്ന കോളം റോയും എലിമിനേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇത് വരും? ദാറ്റ്സ് ഈക്വൽ ടു സൈൻ 0. ദാറ്റ് ഈസ് ഇവിടെ 0 വരും. ദാറ്റ് ഈസ് 0 മൈനസ് കോസ് ടി എന്ന് വരും. എവിടെയെങ്കിലും മിസ്റ്റേക്ക് നിങ്ങൾ കറക്റ്റ് ചെയ്യണം. ദാറ്റ് ഈസ് ടി കോസ് ടി ഐ മൈനസ് മൈനസ് പോസിറ്റീവ് ആവും അല്ലെ. ഈ മൈനസ് കംപ്ലീറ്റ് പുറത്തേക്ക് എടുത്തു കഴിഞ്ഞാൽ ജെ ഇൻറ്റു 1 പ്ലസ് ടി സൈൻ ടി, നെക്സ്റ്റ് മൈനസ് കെ കോസ് ടി അല്ലെങ്കിൽ കോസ് ടി കെ എന്ന് എഴുതാം. ഇത് ഒരു ടേമേ ആയിട്ടുള്ളൂ അല്ലെ. ഇതിലെ ഒരു ടേമേ ആയിട്ടുള്ളൂ. ദാറ്റ് ഈസ് ഈ ഒരു ടേമേ കണ്ടുപിടിച്ചിട്ടുള്ളൂ. ഇതേപോലെ നിങ്ങൾ എന്ത് ചെയ്യുക? ഇതും കൂടി കണ്ടുപിടിച്ചിട്ട് ആഡ് ചെയ്ത് എഴുതാം. ഓക്കെ. എപ്പോഴും ക്രോസ് പ്രൊഡക്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഒരു വെക്ടർ ആണ് കിട്ടുക. ഡോട്ട് പ്രൊഡക്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഒരു സ്കേലാർ ആണ് കിട്ടുക. അത് നിങ്ങൾ മനസ്സിലാക്കി വെക്കുക. ഇവിടെ നമുക്ക് നോക്കി കഴിഞ്ഞാൽ മനസ്സിലാവും ഇതൊരു വെക്ടർ ക്വാണ്ടിറ്റി ആണ് അല്ലേ. ദാറ്റ് ഈസ് ടി കോസ് ടി ഐ പ്ലസ് 1 പ്ലസ് ടി സൈൻ ടി ജെ മൈനസ് കോസ് ടി കെ. ഇങ്ങനെ കിട്ടി. അടുത്ത നമ്മൾ എന്ത് ചെയ്യും? വീണ്ടും ഇതേപോലെ ഒരു വെക്ടർ കൊണ്ട് ആഡ് ചെയ്യും അല്ലെ. രണ്ട് വെക്ടർ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ വീണ്ടും വെക്ടർ കിട്ടും. ഇത് നിങ്ങൾക്ക് വിട്ടു തരികയാണ്. സിമ്പിൾ ആണ്, സിമ്പിൾ കാൽക്കുലേഷൻ ആണ്. ചെയ്തിട്ട് എവിടെയെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾ ചോദിക്കണം. തരുന്ന വർക്ക് നിങ്ങൾ അന്ന് തന്നെ ചെയ്തു പോകണം. ഓക്കെ. രണ്ടാമത് നിങ്ങൾക്ക് വീണ്ടും നിങ്ങൾ ഒന്നിച്ച് ഇതേ ക്വസ്റ്റ്യൻ ആയിരിക്കും ഒരുപക്ഷെ ക്വസ്റ്റ്യൻ പേപ്പറിൽ വീണ്ടും റിപ്പീറ്റ് ചെയ്യാം. കാരണം ടെക്സ്റ്റ് ബുക്കിൽ നിങ്ങളെ ടെക്സ്റ്റ് ബുക്ക് എനിക്ക് തോന്നുന്നത് NSS ഒറ്റപ്പാലത്തിലെ ഇപ്പൊ അടുത്ത് ഒരാള് മരിച്ചിട്ടുണ്ടായിരുന്നു, ഒരു പ്രൊഫസർ. അദ്ദേഹം എഴുതിയ ബുക്കിൽ നിന്നാണ് ഒരുവിധം എക്സാമിന് ചോദിക്കാറ്. ചെറിയൊരു ബുക്ക് 140 രൂപയുടെ ചെറിയൊരു ടെക്സ്റ്റ് ബുക്ക് ഉണ്ടായിരിക്കും. ഒരുപക്ഷെ നിങ്ങൾക്ക് അതായിരിക്കും. അതിൽ സോൾവ് ചെയ്ത പ്രോബ്ലംസ് സെയിം അതേപോലെ ചോദിക്കാറുണ്ട്. അപ്പോൾ ആ ടെക്സ്റ്റ് ബുക്കിലെ പ്രോബ്ലംസ് മാക്സിമം നിങ്ങൾ എന്ത് ചെയ്യുക? എല്ലാം തറവായി പഠിക്കാം. ദാറ്റ് ഈസ് CP ജനാർദ്ദൻ പിള്ള പറഞ്ഞ ഒരു പ്രൊഫസറാണ്, വിജയലക്ഷ്മി. രണ്ടുപേരും എനിക്കുള്ള NSS ഒറ്റപ്പാലത്തിലെ ടീച്ചേഴ്സ് ആയിരുന്നു, കോളേജിലെ ടീച്ചേഴ്സ് ആയിരുന്നു. അപ്പൊ ആ ടെക്സ്റ്റ് ബുക്കിൽ എന്തെല്ലാം ക്വസ്റ്റ്യൻസ് ഉണ്ടോ അതെല്ലാം നിങ്ങൾ മിനിമം കവർ ചെയ്ത് മാക്സിമം പ്രോബ്ലംസ് ചെയ്ത് പഠിച്ച് എക്സാമിന് പോകണം. ഓക്കെ. അടുത്ത ക്വസ്റ്റ്യൻ, ഫൈൻഡ് dr divided by dt if r of s equal to cos 2si plus sin 2sj plus e raised to minus 3sk where s equal to t raised to 4. ഇവിടെ നോക്കി, ഇവിടെ s എന്താണ്? r എന്താണ്? s ലുള്ള ഫംഗ്ഷനാ. that is r is a function of s. പക്ഷേ r എന്താണ്? വെക്റ്റർ വാല്യൂഡ് ഫംഗ്ഷൻ ആണ്. that is r is a some function of s. ഇനി ഇതിലെ s ഉണ്ടല്ലോ തന്നിട്ട് cos 2s sin 2s, ഇതിലെ s ഉണ്ടല്ലോ അത് t യുടെ ഫംഗ്ഷൻ ആണ്. that is s is a some function of t. therefore നമുക്ക് കണ്ടുപിടിക്കേണ്ടതാണ് dr by dt കണ്ടുപിടിക്കണം. എന്ത് ഉപയോഗിക്കും? ചെയിൻ റൂൾ ഉപയോഗിച്ച് ഇനി ചെയ്യാം. that is ഇവിടെ r എന്നുള്ളത് s ലെ ഫംഗ്ഷനും s എന്നുള്ളത് t ലെ ഫംഗ്ഷനാണ്. therefore ഒരു ചെയിൻ പോലെയാണ് ഇത് കിടക്കുന്നത്. r എന്നുള്ളത് s ലുള്ള ഫംഗ്ഷൻ. ഇവിടെ നോക്കി കഴിഞ്ഞാൽ t കാണാൻ പറ്റുന്നില്ല, s കാണാൻ പറ്റുന്നുള്ളൂ. പക്ഷെ s ന്റെ അകത്ത് എന്തുണ്ട്? t കിടക്കുന്നുണ്ട്. s എന്താണ്? ഫംഗ്ഷൻ ഓഫ് t ആണ്. therefore നമുക്ക് ഇതിനെ ഡയറക്റ്റ് t യിലെ കണ്ടുപിടിക്കാൻ പറ്റും. എന്ത് ചെയ്താൽ മതി? ചെയിൻ റൂൾ ഉപയോഗിച്ചാൽ മതി. ഇതിനെ വിത്ത് റെസ്പെക്ട് ടു s ചെയ്യുക, എന്നിട്ട് s നെ വിത്ത് റെസ്പെക്ട് ടു t ചെയ്യുക. that is using chain rule. സൊല്യൂഷൻ നമുക്ക് എഴുതാം. that is using chain rule dr divided by dt this equal to എങ്ങനെ എഴുതാം? dr നെ with respect to s ഫസ്റ്റ് ചെയ്യാം. dr divided by ds into next ds divided by dt. ഓക്കെ. അപ്പോൾ ഫസ്റ്റ് എന്ത് ചെയ്യാം? r നെ with respect to s ചെയ്യാം. that is dr divided by ds എന്ത് വരും? dr divided by ds ഇതിലെ ഓരോന്നിനെയും എന്ത് ചെയ്യണം? ഡെറിവേറ്റീവ് ചെയ്യണം അല്ലേ. that is cos 2s അതിന്റെ ഡെറിവേറ്റീവ് എന്ത് വരും? minus sin 2s into 2 വരും അല്ലേ.
മൈനസ് സൈൻ 2s ഇൻറ്റു 2i, അടുത്തത് സൈൻ 2s സൈൻ 2sന്റെ ദാറ്റ് ഈസ് കോസ് 2s ഇൻറ്റു 2j പ്ലസ് അടുത്തത് e റേസ് ടു മൈനസ് 3s എന്ത് വരും മൈനസ് 3 ഇൻറ്റു e റേസ് ടു മൈനസ് 3sk എന്ന് വരും. ഇനി ഡോട്ട് അല്ലെ ഇൻറ്റു ദാറ്റ് ഈസ് ദിസ് ഈക്വൽ ടു ds ഡിവൈഡ് ബൈ dt നമുക്കറിയാം. ds ഡിവൈഡ് ബൈ dt എന്താണ് ദാറ്റ് ഈസ് ഈക്വൽ ടു ഇവിടെ ഡോട്ട് പ്രോഡക്റ്റ് അല്ല കേട്ടോ, അത് നിങ്ങൾ മനസ്സിലാക്കി വെക്കുക. ഇത് സാധാരണ ഇൻറ്റു ആണ്. ഞാൻ ഡോട്ട് പറഞ്ഞു കഴിഞ്ഞാൽ ഡോട്ട് പ്രോഡക്റ്റ് ഇല്ല. ഡോട്ട് പ്രോഡക്റ്റ് രണ്ട് വെക്ടേഴ്സ് തമ്മിലാണ് ഇൻറ്റു ചെയ്യുക. ഇവിടെ എസിനെ വിത്ത് റെസ്പെക്ട് ടു ds ഡിവൈഡ് ബൈ dt എന്താ കിട്ടുക ds ഡിവൈഡ് ബൈ dt is equal to 4t³ ഇത് വെക്ടർ അല്ല, ഇതൊരു ഫംഗ്ഷൻ ആണ്. ദാറ്റ് ഈസ് ഇതേ ഇൻറ്റു ദാറ്റ് ഫംഗ്ഷൻ. ഇതൊരു വെക്ടർ ആണ്, അതിനെ ഒരു ഫംഗ്ഷൻ കൊണ്ട് ടിയുടെ ഒരു ഫംഗ്ഷൻ കൊണ്ട് ഇൻറ്റു ചെയ്യുക. എന്ത് വരും ദാറ്റ്സ് ഈക്വൽ ടു മൈനസ് 2 സൈൻ 2si പ്ലസ് 2 cos 2sj minus 3 e raised to minus 3 e raised to minus 3s k into എന്ത് വരാം that is 4t³ എന്ന് വരാം. ഇനി ഇവിടെ വെച്ച് നിർത്തി കഴിഞ്ഞാൽ ഒരു പക്ഷേ മാർക്ക് കംപ്ലീറ്റ് മാർക്ക് കിട്ടുമെന്ന് അറിയില്ല. കാരണം വിത്ത് റെസ്പെക്ട് ടു ടി ചെയ്യുമ്പോൾ കംപ്ലീറ്റ് ടിയുടെ ടേമിലേക്ക് നിങ്ങൾ മാക്സിമം മാറ്റം നോക്കുക. അപ്പോൾ ഇവിടെ നമുക്ക് എന്ത് ചെയ്യണം എസിന്റെ സ്ഥാനത്തൊക്കെ എന്ത് ചെയ്യാം ടി റേസ് ടു 4 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. ദാറ്റ് ഈസ് മൈനസ് 2 ഇൻറ്റു സൈൻ 2 ഇൻറ്റു ടി റേസ് ടു 4 ഐ നെക്സ്റ്റ് പ്ലസ് 2 ഇൻറ്റു കോസ് 2 ഇൻറ്റു എസ് എന്തായിരുന്നു ടി റേസ് ടു 4 ജെ നെക്സ്റ്റ് മൈനസ് 3 ഇൻറ്റു ഇ റേസ് ടു മൈനസ് 3 ടി റേസ് ടു 4 കെ ഇൻറ്റു 4t³. ഒന്നുകൂടി ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ എന്തായി ദാറ്റ് ഈക്വൽ ടു മൈനസ് 2 ഇൻറ്റു 4 ദാറ്റ് ഈസ് മൈനസ് 8 t³ സൈൻ 2t റേസ് ടു 4 ഐ നെക്സ്റ്റ് പ്ലസ് 2 ഇൻറ്റു 4 ദാറ്റ് ഈസ് 8 t³ കോസ് 2t റേസ് ടു 4. ഇത് ബ്രാക്കറ്റിൽ കോസിന്റെ ആംഗിൾ ആണ് ഇത്. ഓക്കെ, ഞാൻ ഈ ബ്രാക്കറ്റ് ഇവിടെയാണ് എഴുതേണ്ടത്. ഈ ബ്രാക്കറ്റ് ഇവിടെയാണ് എഴുതേണ്ടത്. ദാറ്റ് ഈസ് സൈൻ ഇവിടെ. ഓക്കെ, അടുത്തത് മൈനസ് 12 t³ e റേസ് ടു മൈനസ് 3t റേസ് ടു 4. ഇതാണ് കംപ്ലീറ്റ് ആൻസർ. ഓക്കെ ഓക്കെ ഓക്കെ, ഡൗട്ട് ഇല്ലല്ലോ? ക്ലിയർ അല്ലേ? ഇല്ല സർ. ഓക്കെ, നെക്സ്റ്റ് അടുത്തത് എവിടെയെങ്കിലും ഡൗട്ട് ഉണ്ടോ? ഇല്ല സർ. ഓക്കെ, നെക്സ്റ്റ് അടുത്തത് ടാൻജന്റ് വെക്റ്റർ. ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് എപ്പോൾ വേണമെങ്കിലും അൺമ്യൂട്ട് ചെയ്ത് ചോദിക്കാം. ഞാൻ ചോദിക്കാൻ നിൽക്കേണ്ട എവിടെയെങ്കിലും പ്രോബ്ലത്തിൽ ഡൗട്ട് ഉണ്ടെങ്കിൽ അപ്പോൾ നിങ്ങൾക്ക് ചോദിക്കാം. ടാൻജന്റ് വെക്റ്റർ എന്താണ്? ടാൻജന്റ് വെക്റ്റർ അറിയാം. ഓക്കെ, ദാറ്റ് ഈസ് എന്താണ് ടാൻജന്റ് ലൈൻ പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കർവ് ഇങ്ങനെ ഉണ്ടെങ്കിൽ അതിൽ ഒരു പോയിന്റ് നമ്മൾ ചെറിയ ക്ലാസ് തൊട്ട് പഠിക്കുന്നുണ്ട് ടാൻജന്റ് ലൈൻ. ദാറ്റ് ഈസ് ഈ ഒരു പോയിന്റിലൂടെയുള്ള ഒരു ലൈനെയാണ് ടാൻജന്റ് ലൈൻ എന്ന് പറയാം. അപ്പോൾ ഇത് നമുക്ക് തന്നിട്ടുള്ള ഒരു വെക്റ്റർ വാല്യൂഡ് ഫംഗ്ഷൻ ആണെങ്കിൽ ഒരു പാർട്ടിക്കിൾ മൂവ് ചെയ്യുന്ന പാത്ത് ഇതാണെങ്കിൽ ദാറ്റ് ഈസ് ഒരു ആർ ഓഫ് ടി ഇതാണെങ്കിൽ നമുക്ക് തന്നിട്ടുള്ള കർവ് സം ആർ ഓഫ് ടി ആണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം ഒരു പോയിന്റ് കിട്ടിക്കഴിഞ്ഞാൽ ആ പോയിന്റിലൂടെയുള്ള ഒരു ലൈൻ ടാൻജന്റ് ലൈൻ വരയ്ക്കാൻ പറ്റും. ഇതിനെ ടാൻജന്റ് വെക്റ്റർ എന്നാണ് പറയാം. ഇതും ഒരു വെക്റ്ററാണ്. ഓക്കെ, ഈ വെക്ടറിന് ഇത് ഇവിടെ നമ്മൾ ഒരു പാർട്ടിക്കിൾ നമ്മൾ ഈ കർവിലൂടെ ഇതൊരു നമ്മളൊരു പാത്ത് ആണെങ്കിൽ ഈ പാത്തിലൂടെ ഒരു പാർട്ടിക്കിൾ സ്പീഡിൽ മൂവ് ചെയ്യുകയാണെങ്കിൽ അറ്റ് ഈ പോയിന്റിൽ നിന്ന് അതിന്റെ കൺട്രോൾ നഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ എന്ത് ചെയ്യും അത് ഏത് ഡയറക്ഷനിലാണോ അത് തെറിച്ചു പോവുക അതാണ് ടാൻജന്റ് ലൈൻ. ദാറ്റ് ഈസ് ടാൻജന്റ് ദാറ്റ് ഈസ് അതിനൊരു ഡയറക്ഷൻ ഉണ്ടായിരിക്കും. അപ്പോൾ എങ്ങനെ ഈ ടാൻജന്റ് ലൈൻ ഈ ടാൻജന്റ് വെക്റ്റർ എങ്ങനെ കണ്ടുപിടിക്കും? ഇതിനാണ് ടാൻജന്റ് വെക്റ്റർ എന്ന് പറയുന്നത്. അപ്പൊ ആർ ഓഫ് ടി നമുക്ക് അറിയാമെങ്കിൽ ഒരു പോയിന്റും അറിയാമെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം അതിന്റെ ടാൻജന്റ് വെക്റ്റർ കണ്ടുപിടിക്കാൻ പറ്റും. എന്താണ് ടാൻജന്റ് വെക്റ്റർ? ദാറ്റ് ഈസ് ആർ ഡാഷ് ഓഫ് ടി. ഡെറിവേറ്റീവ് എടുക്കുക, ഏത് പോയിന്റ് ആണോ നമുക്ക് കണ്ടുപിടിക്കേണ്ടത് ആ പോയിന്റ് അതിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. ദാറ്റ് ഈസ് നിങ്ങൾക്ക് ഇഫ് ആർ ഓഫ് ടി ഈക്വൽ ടു സം എക്സ് ഓഫ് ടി ഐ പ്ലസ് y ഓഫ് ടി ജെ പ്ലസ് z ഓഫ് ടി കെ ഇങ്ങനെ ഒരു വെക്റ്റർ വാല്യൂഡ് ഫംഗ്ഷൻ നിങ്ങൾക്ക് തന്നിട്ടുണ്ട്. അതുപോലെ തന്നെ ടി ഈക്വൽ ടു സം ടി നോട്ട് ഒരു പോയിന്റും തന്നിട്ടുണ്ട്. അല്ലെങ്കിൽ ടി പറഞ്ഞ ടൈം അറ്റ് ടൈം ടി ഈക്വൽ ടു സം ടി നോട്ട് ആണെങ്കിൽ ആ പോയിന്റിലൂടെയുള്ള അല്ലെങ്കിൽ ആ അറ്റ് എ ടൈമിൽ ആ ടൈമിലുള്ള ടാൻജന്റ് വെക്റ്റർ പറഞ്ഞു കഴിഞ്ഞാൽ എന്താ വേണ്ടത്? ദാറ്റ് ഈസ് ആർ ഡാഷ് ഓഫ് ടി കണ്ടുപിടിക്കുക. എന്നിട്ട് എന്ത് ചെയ്യുക ആ ടിക്ക് ടി നോട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. ഇതിനെയാണ് ടാൻജന്റ് വെക്റ്റർ എന്ന് പറയാം. ഓക്കെ, അങ്ങനെയാണെങ്കിൽ എന്താണ് യൂണിറ്റ് ടാൻജന്റ് വെക്റ്റർ? ഒരു വെക്റ്റർ കിട്ടിക്കഴിഞ്ഞാൽ അതിന്റെ യൂണിറ്റ് വെക്റ്റർ കണ്ടുപിടിക്കാൻ വളരെ സിമ്പിൾ ആണ്.
എ എന്നൊരു വെക്റ്റർ നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ എങ്ങനെ ഇതിനെ യൂണിറ്റ് വെക്റ്റർ കണ്ടുപിടിക്കാം? എ എന്ന വെക്റ്ററിനെ അതിന്റെ മാഗ്നിറ്റ്യൂഡ് കൊണ്ട് ഡിവൈഡ് ചെയ്യുക അല്ലെ. ഇവിടെ സാധാരണ നമ്മൾ മാഗ്നിറ്റ്യൂഡ് ഒരു ലൈൻ കൊണ്ട് ഡിനോട്ട് ചെയ്യാറ്. പക്ഷെ നിങ്ങൾ ടെക്സ്റ്റ് ബുക്കിൽ ഒന്നോ അല്ലെങ്കിൽ രണ്ടോ അല്ലെങ്കിൽ മൂന്നോ ലൈനോടൊക്കെ ഉപയോഗിക്കാറുണ്ട്. ഇതിന്റെ മീനിങ് ഡയമെൻഷൻ കൂടുമ്പോൾ അതിനനുസരിച്ച് എന്ത് ചെയ്യും, ഈ ലൈൻ ഒന്ന് റെപ്രസെന്റ് ചെയ്യാൻ മാത്രം, നൊട്ടേഷൻ മാത്രമാണ്, കൺസെപ്റ്റ് സെയിം ആണ്. അപ്പോൾ 3 ഡയമെൻഷനിലൊക്കെ നമ്മൾ സ്പേസിലുള്ള ഒരു വെക്ടറിന്റെ മാഗ്നിറ്റ്യൂഡ് നമ്മൾ എന്ത് ചെയ്യും, 2 ലൈൻ കൊണ്ടാണ് സൂചിപ്പിക്കാറ്. ഇനി 4 ഡയമെൻഷനിലെ എന്തെങ്കിലും ഒരു പാർട്ട് നിങ്ങൾ പഠിക്കുകയാണെങ്കിൽ അവിടെ ഇതിനെ മാഗ്നിറ്റ്യൂഡ് അല്ലെങ്കിൽ നോം എന്നാണ് സാധാരണ പറയാ. നോം, NORM, അഥവാ മാഗ്നിറ്റ്യൂഡ് തന്നെ. അപ്പൊ ഒരു വെക്ടർ R of t നിങ്ങൾക്ക് അറിയാമെങ്കിൽ യൂണിറ്റ് ടാൻജന്റ് വെക്ടർ എക്സാമിന് ഇതാണ് ചോദിക്കുക, ഫൈൻഡ് എ യൂണിറ്റ് ടാൻജന്റ് വെക്ടർ. അപ്പൊ എന്താ വേണ്ടത്? ദാറ്റ് ഈസ് R' of t കണ്ടുപിടിക്കണം. അപ്പൊ ഇതാണ് ടാൻജന്റ് വെക്ടർ. യൂണിറ്റ് ടാൻജന്റ് വെക്ടർ പറഞ്ഞു കഴിഞ്ഞാൽ അതിനെ അതിന്റെ നോം കൊണ്ട് അഥവാ മാഗ്നിറ്റ്യൂഡ് കൊണ്ട് ഡിവൈഡ് ചെയ്യണം. എന്താണ് മുകളിൽ കിടക്കുന്ന വെക്ടർ? ആ വെക്ടറിന്റെ മാഗ്നിറ്റ്യൂഡ് കൊണ്ട് ഡിവൈഡ് ചെയ്തിരിക്കുന്ന എന്തായി? ഇതിനെ വിളിക്കുന്ന പേരാണ് യൂണിറ്റ് ടാൻജന്റ് വെക്ടർ. ദാറ്റ് ഈസ് ഒരു വെക്ടർ വാല്യൂഡ് ഫംഗ്ഷൻ ഇവിടെയുണ്ട്. ഒരു പോയിന്റ് കിട്ടിക്കഴിഞ്ഞാൽ ഈ വെക്ടറിനെയാണ് R' of t എന്ന് പറയാം. R' of t അതിന്റെ നോം കൊണ്ട് ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ ഈ വെക്ടറിനെ യൂണിറ്റ് ടാൻജന്റ് വെക്ടർ എന്ന് പറയും. ഓക്കെ, അതേപോലെ ഇതിന്റെ കൂടെ തന്നെ ഒരു കാര്യം കൂടി പറയാം. നമുക്ക് ഒരു വെക്ടർ വാല്യൂഡ് ഫംഗ്ഷൻ, ഒരു പാർട്ടിക്കിളിന്റെ പാത്ത് കിട്ടി. അങ്ങനെയാണെങ്കിൽ ഈ ടാൻജന്റ് ലൈനിന്റെ ഇക്വേഷൻ, യൂണിറ്റ് ടാൻജന്റ് വെക്ടർ അല്ല, ഈ ലൈനിന്റെ ടാൻജന്റ് ലൈനിന്റെ ഇക്വേഷൻ വളരെ സിമ്പിൾ ആണ്. ദാറ്റ് ഈസ് ടാൻജന്റ് ലൈനിന്റെ ഇക്വേഷൻ ഇതാണ്. ഇത് R of t ആണെങ്കിൽ, ദാറ്റ് ഈസ് ടാൻജന്റ് ലൈൻ, വെക്ടർ ഇക്വേഷൻ ഓഫ് എ ടാൻജന്റ് ലൈൻ. 2 കാര്യങ്ങളാണ് ഇപ്പോൾ പറയുന്നുണ്ട്. ഒന്നാമത്തെ യൂണിറ്റ് ടാൻജന്റ് വെക്ടർ അഥവാ ടാൻജന്റ് വെക്ടർ, രണ്ടാമത്തെ ഈ ടാൻജന്റ് ലൈനിന്റെ ഇക്വേഷൻ. രണ്ടും ഡിഫറെന്റ്. ഒന്ന് ലൈനിന്റെ ഇക്വേഷൻ ആണ്, മറ്റത് വെക്ടർ ആണ്, ടാൻജന്റ് വെക്ടർ ആണ്. ദാറ്റ് ഈസ് വെക്ടർ ഇക്വേഷൻ ഓഫ് എ ടാൻജന്റ് ലൈൻ. That is this equal to R of t equal to R of t naught plus t into R' of t naught. നമ്മൾ പഠിച്ചിട്ടുണ്ട് ഒരു ലൈനിന്റെ ഇക്വേഷൻ എന്താ ചെയ്യാ? ദാറ്റ് ഈസ് a എന്ന വെക്ടർ പ്ലസ് t into b എന്ന വെക്ടർ. കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചിട്ടുണ്ട്. അതേപോലെ തന്നെയാണ് ഈ നമ്മൾ R of t യിൽ t ക്ക് ഒരു വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് കഴിഞ്ഞാൽ ഒരു വാല്യൂ ആണ് കിട്ടുക, ഒരു വെക്ടറാണ് കിട്ടുക. പ്ലസ് ടി ഇൻറ്റു നമുക്ക് ഈ ലൈനിന്റെ ഇക്വേഷൻ കിട്ടണമെങ്കിൽ ഇതേ ഡയറക്ഷനിൽ ഒരു വെക്ടർ കിട്ടിയാൽ മതി. ആ വെക്ടർ എന്താക്കി എടുക്കാം? ഇതിന്റെ ടാൻജന്റ് വെക്ടർ ആക്കി എടുക്കാം. ടാൻജന്റ് വെക്ടർ ആണ് ഇത് R' of t. ദാറ്റ് ഈസ് R' of t, ഇവിടെയും t നോട്ട് ഉണ്ട്. ദാറ്റ് ഈസ് R' of t യുടെ അറ്റ് t നോട്ട്, ദാറ്റ് ഈസ് R' of t നോട്ട്, അതാണ് t എന്ന വെക്ടർ. അതിന്റെ കൂടെ t ഗുണിക്കുക. ഓക്കെ, ഇത് നമ്മൾ കഴിഞ്ഞ ക്ലാസ് പഠിച്ചിട്ടുണ്ട്. ഒരു വെക്ടർ ഇക്വേഷൻ, ഒരു ലൈനിന്റെ വെക്ടർ ഇക്വേഷൻ, ദാറ്റ് ഈസ് പാരാമെട്രിക് ഇക്വേഷൻ പഠിച്ച ആ ടൈമിൽ പഠിച്ചിട്ടുണ്ട്. ഒരു ലൈനിന്റെ വെക്ടർ ഇക്വേഷൻ, ദാറ്റ് ഈസ് വെക്ടർ വാല്യൂഡ് ഫംഗ്ഷൻ എന്താന്നുള്ളത്. അതേപോലെ ടാൻജന്റ് ലൈനിന്റെ വെക്ടർ വാല്യൂഡ് ഫംഗ്ഷൻ നമുക്ക് ഒരു പോയിന്റ് കിട്ടിയാൽ മതി. ആ പോയിന്റ് കിട്ടണമെങ്കിൽ R of t യിലെ നമുക്ക് t ഈക്വൽ ടു 0 ആകുമ്പോൾ ഈ ഒരു പോയിന്റാ, t ഈക്വൽ ടു 1 ആകുമ്പോൾ ഒരു പക്ഷേ ഇത് ഈ t ഈക്വൽ ടു 1 സെക്കൻഡ് ആകുമ്പോൾ ഇവിടെ എത്തിയിട്ടുണ്ടായിരിക്കും. അപ്പൊ t ഈക്വൽ ടു 1 കൊടുക്കുമ്പോൾ ഈ ഒരു പോയിന്റ് കിട്ടുക. അടുത്തത് t ഈക്വൽ ടു 2 ആകുമ്പോൾ ഒരു പക്ഷേ ഈ ഒരു പോയിന്റ് കിട്ടുക. ടൈം വാല്യൂ ചെയ്യുമ്പോൾ ഇതിലെ ഓരോ പോയിന്റ് കിട്ടും. അപ്പൊ നമുക്ക് എന്താ വേണ്ടത്? ഒരു പോയിന്റ് കിട്ടണം. ഏത് ലൈനിന്റെ ഇക്വേഷൻ ആണോ ആ t നോട്ട് ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. ദാറ്റ് ഈസ് R of t നോട്ട് കിട്ടും പ്ലസ് t into R' of t. എന്താണ് ആ ഒരു ലൈന് കിട്ടണമെങ്കിൽ 2 കാര്യങ്ങൾ കിട്ടിയാൽ മതി. ഒന്ന് ഒരു പോയിന്റ്, പാസ് ചെയ്യുന്ന പോയിന്റ് കിട്ടണം, ഒരു വെക്ടർ കിട്ടണം. ആ വെക്ടർ നമ്മൾ തൊട്ട് മുന്നേ പഠിച്ചു, വെക്ടർ ടാൻജന്റ് വെക്ടർ. ആ ടാൻജന്റ് വെക്ടർ ആക്കിയിട്ട് ഇതിനെ എടുക്കാം. ദാറ്റ് ഈസ് ഇത് നമ്മൾ പഠിച്ചിട്ടുള്ള ഒരു ഡാറ്റ തന്നെയാണ്. പക്ഷേ ഇവിടെ വെക്ടർ വാല്യൂഡ് ഫംഗ്ഷൻ എന്നിട്ട് അതിന്റെ ടാൻജന്റ് വെക്ടർ കണ്ടുപിടിച്ചു, അതുപോലെ തന്നെ ടാൻജന്റ് ലൈനിന്റെ ഇക്വേഷൻ കണ്ടുപിടിച്ചു. ഡൗട്ട് ഇല്ലല്ലോ? 2 കാര്യങ്ങൾ ഞാൻ പറഞ്ഞേ. ഒന്നാമത്തെ ഒരു വെക്ടർ വാല്യൂഡ് ഫംഗ്ഷൻ കിട്ടി കഴിഞ്ഞാൽ ഓ ലൈനിന്റെ ഈ ടാൻജന്റ് വെക്ടർ, ദാറ്റ് ഈസ് ടാൻജന്റ് വെക്ടർ. രണ്ടാമത്തെ ടാൻജന്റ് ലൈനിന്റെ ഇക്വേഷൻ. രണ്ടും ഡിഫറെന്റ് ആണ്. ഒന്ന് വെക്ടർ ആണ്, രണ്ടാമത്തെ ഇക്വേഷൻ ആണ്. ക്ലിയർ ആണോ? ഓക്കെ, അടുത്തത് നമുക്ക് ഇനി ഒരുപാട് പ്രോബ്ലംസ് ചെയ്യാണ്ട് 1 by 1 ഓരോന്ന് ചെയ്യാം. ഒന്നും കൂടി ഞാൻ കിട്ടിയിട്ടുള്ള റിസൾട്ട് എഴുതാൻ പോവാണ്. ദാറ്റ് ഈസ് R of t ഒരു വെക്ടർ വാല്യൂഡ് ഫംഗ്ഷൻ സം x of t i പ്ലസ് y of t j പ്ലസ് z of t k ആണെങ്കിൽ ടാൻജന്റ് വെക്ടർ പറഞ്ഞു കഴിഞ്ഞാൽ R' of t ആണ്. യൂണിറ്റ് ടാൻജന്റ് വെക്ടർ
യൂണിറ്റ് ടാൻജന്റ് വെക്ടർ പറഞ്ഞു കഴിഞ്ഞാൽ r dash of t divided by norm r dash of t. മാഗ്നിറ്റ്യൂഡ് പറയുന്നത് പകരം ഞാൻ നോം എന്ന് പറയാൻ പോവാണ്, കാരണം നോമും മാഗ്നിറ്റ്യൂഡും സെയിം ആണ്. ഓക്കെ, ദാറ്റ് ഈസ് ഡയമെൻഷൻ കൂടുമ്പോൾ നമ്മൾ ആ പേരിൽ മാഗ്നിറ്റ്യൂഡ് എന്നുള്ളതിന് ചെറിയൊരു വ്യത്യാസം വരുത്തും, നോം എന്ന് പറയാം. ഇനി രണ്ടാമത്തെ നമ്മൾ പഠിച്ചത് വെക്റ്റർ ഇക്വേഷൻ അല്ലെങ്കിൽ പാരാമെട്രിക് ഇക്വേഷൻ അല്ലെങ്കിൽ വെക്റ്റർ വാല്യൂഡ് ഫംഗ്ഷൻ. വെക്റ്റർ ഇക്വേഷൻ ഓഫ് ടാൻജന്റ്. ദാറ്റ് ഈസ് നിങ്ങൾക്ക് ഒരു ആർ ഓഫ് ടി കിട്ടിയിട്ടുണ്ടെങ്കിൽ എന്താണ് വെക്റ്റർ ഇക്വേഷൻ? ദാറ്റ് ഈസ് വെക്റ്റർ ഇക്വേഷൻ ഞാൻ ആർ ഡാഷ് ഓഫ് ടി ഞാൻ ഒരു R1 ഉപയോഗിക്കാൻ പോവാണ്, കാരണം ഇത് രണ്ടും വേറെ വേറെയാണ്. നിങ്ങൾക്കൊരു ഇത് ആർ ഓഫ് ടി ഇത് തന്നു കഴിഞ്ഞാൽ ഇതിന്റെ ഇക്വേഷൻ ആയി ഇതാ പോണത്. ദാറ്റ് ഈസ് എന്ത് ചെയ്യണം? ദാറ്റ് ഈസ് R1 ഓഫ് ടി ഈക്വൽ ടു R of t naught a plus t into R dash of t naught. Okay, that is ഇത് R of t ആണെങ്കിൽ R dash of t R1 of t എന്ന ലൈനിന്റെ ഈ വെക്റ്റർ ലൈനിന്റെ ഇക്വേഷൻ ആണ് താഴെയുള്ളത്. ഇനി നമുക്ക് ക്വസ്റ്റ്യൻസ് ചെയ്യാം. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ, ഫൈൻഡ് ഡെറിവേറ്റീവ് ഓഫ് r of t equal to t square plus 1i plus e raised to minus tj minus sin 2tk. ഒന്നും ചെയ്യാനില്ല, ജസ്റ്റ് ഡെറിവേറ്റീവ് r dash of t that's equal to 2ti അല്ലേ, t square plus 1 ന്റെ ഡെറിവേറ്റീവ് 0 വരും, that is 2ti plus e raised to minus tj, e raised to t യുടെ minus t minus e raised to minus tj. Next sin 2t, that is minus cos 2t into 2 എന്ന് വരും take. Okay, that equal to 2ti minus e raised to minus tj minus 2 cos 2tk. Okay, simple direct question ആയിരുന്നു. രണ്ടാമത്തെ അതിലുള്ള ഒരു ക്വസ്റ്റ്യൻ കൂടി ഉണ്ട്, that is a എന്നുള്ള ക്വസ്റ്റ്യൻ ആയിരുന്നു ഇത്. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ, ഫൈൻഡ് ദ പോയിന്റ് ഓഫ് ടാൻജൻസി. ഞാൻ എഴുതാം ക്വസ്റ്റ്യൻ ബി എന്ന ക്വസ്റ്റ്യൻ, ഫൈൻഡ് the point of tangency and the unit tangent vector at the point on the curve at t corresponding to t equal to 0. t equal to 0 എന്ന പോയിന്റിലുള്ള ടാൻജന്റ് വെക്ടറും കണ്ടുപിടിക്കണം, ഈ പോയിന്റും കണ്ടുപിടിക്കണം. അപ്പൊ ആർ ഓഫ് ടി നിങ്ങൾക്ക് തന്നിട്ടുണ്ട്. എന്തായിരുന്നു ആർ ഓഫ് ടി? ദാറ്റ് ഈസ് ആർ ഓഫ് ടി ഈക്വൽ ടു നമുക്ക് തന്നിട്ടുണ്ടായിരുന്നു. എന്തായിരുന്നു? ദാറ്റ് ഈസ് ഞാൻ ഇവിടെ എഴുതാം, ഒന്നും കൂടി എഴുതാം. ആർ ഓഫ് ടി ഈക്വൽ ടു ടി സ്ക്വയർ പ്ലസ് 1i നെക്സ്റ്റ് പ്ലസ് e raised to minus tj നെക്സ്റ്റ് പ്ലസ് മൈനസ് സൈൻ 2tk. ഇതിന്റെ ഇക്വേഷൻ ആണ്, ഒരു കർവ് ആയിരിക്കും അല്ലെ. t equal to 0 ആകുമ്പോൾ പോയിന്റ് ആണ്, ദാറ്റ് ഈസ് ഫൈൻഡ് ദ പോയിന്റ് ഓഫ് ടാൻജൻസി. ടാൻജന്റ് വരയ്ക്കുന്ന പോയിന്റ് കണ്ടുപിടിക്കണം. അപ്പൊ നമ്മൾ ടാൻജന്റ് വരയ്ക്കാൻ പോവാണ്. ഈ പോയിന്റ് കണ്ടുപിടിക്കാൻ എന്താ ചെയ്താൽ മതി? ഈ പോയിന്റ് കിട്ടണമെങ്കിൽ ഇവിടെ ടിക്ക് 0 കൊടുത്താൽ മതി. അപ്പോൾ ആർ ഓഫ് 0 എന്ത് വരും? ദാറ്റ് ഈസ് 0 സ്ക്വയർ പ്ലസ് 1i, ദാറ്റ് ഈസ് i വരും. നെക്സ്റ്റ് ഇവിടെ എന്ത് വരും? 0 സബ്സ്റ്റിറ്റ്യൂട്ട് കഴിഞ്ഞാൽ എന്ത് വരും? ദാറ്റ് ഈസ് 0j വരും. 0 അല്ല 1j വരും, കാരണം ഇവിടെ ഈ പവർ 0 വരും, ഈ പവർ 0 1 ആണ്. നെക്സ്റ്റ് മൈനസ് സൈൻ 2 ടിക്ക് 0 കൊടുക്കുമ്പോൾ എന്തായി? ദാറ്റ് ഈസ് 0k വരും. അപ്പൊ ഏതാ പോയിന്റ്? ദാറ്റ് ഈസ് 110 എന്ന പോയിന്റ് ആണ്. അപ്പൊ ഈ ഒരു പോയിന്റ് ഏതാണ്? 110. അതാണ് ചോദിച്ചത്. ഫൈൻഡ് പോയിന്റ് ഓഫ് ടാൻജൻസി വരയ്ക്കുന്ന ടാൻജന്റ് ലൈൻ വരയ്ക്കുന്ന പോയിന്റ് കണ്ടുപിടിക്കണം എപ്പോ t ഈക്വൽ ടു 0 ആകുമ്പോൾ. അതുപോലെ തന്നെ യൂണിറ്റ് ടാൻജന്റ് വെക്ടറും കണ്ടുപിടിക്കണം എപ്പോ t ഈക്വൽ ടു 0 ആകുമ്പോൾ. എന്താണ് യൂണിറ്റ് ടാൻജന്റ് വെക്ടറിന്റെ ഇക്വേഷൻ? r dash of t divided by norm r dash of t അല്ലേ. എവിടെ കണ്ടുപിടിക്കാൻ പറഞ്ഞേ? അറ്റ് t ഈക്വൽ ടു 0 ആണ് കണ്ടുപിടിക്കാൻ പറഞ്ഞത്. യൂണിറ്റ് ടാൻജന്റ് വെക്ടർ അറ്റ് t ഈക്വൽ ടു 0 ആണ് കണ്ടുപിടിക്കാൻ പറഞ്ഞത്. നമ്മൾ കണ്ടുപിടിച്ചിട്ടുണ്ട്, r dash of t കണ്ടുപിടിച്ചിട്ടുണ്ട്. ഇതാണ് r dash of t. എന്ത് ചെയ്യണം? ഇതിന്റെ നോം കണ്ടുപിടിക്കണം അല്ലെ. നോം കണ്ടുപിടിച്ചിട്ട് എന്നിട്ട് tക്ക് 0 എഴുതണം. എന്താണ് നോം? ദാറ്റ് ഈസ് നിങ്ങൾക്ക് r of t equal to some x of ti plus y of tj plus z of tk ഇങ്ങനെ തന്നിട്ടുണ്ടെങ്കിൽ എന്താ നോം? r of t എന്താണ്? ഒരു ഫംഗ്ഷൻ തന്നിട്ട് അതിന്റെ നോം കണ്ടുപിടിക്കാൻ പറഞ്ഞാൽ എന്താ ചെയ്യേണ്ടത്? i യുടെ നമ്മൾ സാധാരണ വെക്ടറിന്റെ മാഗ്നിറ്റ്യൂഡ് എങ്ങനെ കണ്ടുപിടിക്കുക?
ഐയുടെയും ജെയുടെയും കെയുടെയും കമ്പോണൻസ് എടുത്ത് അതിനെ സ്ക്വയർ ചെയ്ത് ആഡ് ചെയ്ത് അതിന്റെ സ്ക്വയർ റൂട്ട് എടുക്കും. അതേപോലെ തന്നെ ഇവിടെയും ചെയ്യേണ്ടത് എക്സ് ഓഫ് ടി ഹോൾ സ്ക്വയർ പ്ലസ് വൈ ഓഫ് ടി ഹോൾ സ്ക്വയർ പ്ലസ് വൈ ഓഫ് ടി ആണ്, വൈ ഡാഷ് അല്ല, വൈ ഓഫ് ടി ഹോൾ സ്ക്വയർ പ്ലസ് സെഡ് ഓഫ് ടി ഹോൾ സ്ക്വയർ. നമുക്ക് എന്തിന്റെ നോമാണ് കണ്ടുപിടിക്കാൻ പറഞ്ഞത്? ആർ ഡാഷ് ഓഫ് ടിയുടെ. അപ്പൊ എന്താ കണ്ടുപിടിക്കുക? ആർ ഡാഷ് ഓഫ് ടിയുടെ കമ്പോണൻസിന്റെ സ്ക്വയർ ചെയ്യണം. therefore ആർ ഡാഷ് ഓഫ് ടിയുടെ നോം എന്ത് വരും? that is this equal to norm r dash of t. this equal to എങ്ങനെ എഴുതും? that is root of 2t whole square plus minus e raised to minus t whole square plus minus 2 cos 2t whole square. okay, നമുക്ക് എവിടെ കണ്ടുപിടിക്കാൻ പറഞ്ഞത്? that is unit tangent vector. എന്താണ് unit tangent vector? that is equation r dash of t divided by norm r dash of t at t equal to 0 അതാണ് കണ്ടുപിടിക്കാൻ പറഞ്ഞത്. that is this equal to ഇവിടെ 0 കൊടുക്കാം അല്ലേ? ഇതാണ് r dash of t. 0 കൊടുത്തു കഴിഞ്ഞാൽ എന്ത് വരും? that is 0i minus next j next minus 2k 2k കാരണം cos 2 cos 0 എന്താ വരും? that is 1 വരും. that is minus 2k divided by ഇവിടെയും 0 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യും അല്ലേ? that is root ഇവിടെ 0 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ എന്തായി? that is 0 ഇവിടെ minus 1 വരും. that is 1 എന്ന് വരും. പ്ലസ് ഇവിടെ 0 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ that's equal to ഇത് 1 എന്ന് വരും. that is minus 2 square that's equal to 5 എന്ന് വരും അല്ലേ? 2 square that is 5 that's equal to എന്ത് വരും? that is 0 I minus j divided by okay ഞാൻ ഇവിടെ 2 square 4 ആണ്. ഞാൻ ഇത് രണ്ടും ആഡ് ചെയ്ത് അറിയാതെ എഴുതിയതാണ്. that is root 5 plus thank you ഇവിടെ ഞാൻ 1 plus 4 just ആഡ് ചെയ്ത് എഴുതിയതാണ്. നെക്സ്റ്റ് minus 2k divided by root 5. ഇതാണ് എന്ത്? യൂണിറ്റ് ടാൻജന്റ് വെക്ടർ. ടെക്സ്റ്റ് ബുക്കിൽ ഉണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് കമ്പയർ ചെയ്യണേ. ഞാൻ ആൻസർ ഒന്നും നോക്കിയിട്ടില്ല, ചെക്ക് ചെയ്തിട്ടില്ല. ഇതാണോ ടെക്സ്റ്റ് ബുക്കിലെ ആൻസർ? ആർക്കെങ്കിലും ടെക്സ്റ്റ് ബുക്ക് ഉണ്ടോ ഇപ്പോ? കൃഷ്ണേന്തോ, ദൃശ്യ, ആർക്കെങ്കിലും കയ്യിൽ ടെക്സ്റ്റ് ബുക്ക് ഉണ്ടോ? ഇത് തന്നെയാണ്. ഓക്കെ ഓക്കെ. ജസ്റ്റ് നിങ്ങൾ ടെക്സ്റ്റ് ബുക്ക് ഒന്ന് കമ്പയർ ചെയ്യണേ. കാരണം ടെക്സ്റ്റ് ബുക്കിൽ ഒരു പക്ഷേ എവിടെയെങ്കിലും മിസ്റ്റേക്ക് വന്നിട്ടുണ്ടെങ്കിൽ നമ്മളതായിരിക്കും കൂടുതൽ ചാൻസ്. ടെക്സ്റ്റ് ബുക്കിൽ അധികം ശരിയാണ്, അധികം ഏകദേശം 2-3 മിസ്റ്റേക്ക് എവിടെയെങ്കിലും ഉണ്ട്. അത് ഞാൻ ആ ടൈമിൽ പറയാം. ഇനി അടുത്ത ക്വസ്റ്റ്യൻ, ഫൈൻഡ് പാരാമെട്രിക് ഇക്വേഷൻ. ഫൈൻഡ് parametric equation. Find a parametric equation for the line that tangent to the curve r of t equal to sin ti plus t square minus cos tj plus a raised to tk at t equal to 0. എന്താ വേണ്ടത്? പാരാമെട്രിക് ഇക്വേഷൻ കണ്ടുപിടിക്കണം. പാരാമെട്രിക് ഇക്വേഷൻ കണ്ടുപിടിക്കാൻ ആദ്യം എന്ത് ചെയ്യണം? വെക്റ്റർ വാല്യൂഡ് ഫംഗ്ഷൻ കണ്ടുപിടിക്കണം. ആ ലൈനിന്റെ ഏതാണ്? ഫോർ ദി ലൈൻ ദാറ്റ് ടാൻജന്റ് ടു ദി കർവ്. ഒരു കർവ് നമുക്ക് തന്നിട്ടുണ്ട്, ആർ ഓഫ് ടി പറഞ്ഞ ഒരു കർവ് തന്നിട്ടുണ്ട്. അത് ടി ഈക്വൽ ടു 0 ഞാൻ ടി ഈക്വൽ ടു 0 ഈ പോയിന്റ് ആക്കി എടുക്കാൻ പോവാ. that is ഈ t equal to 0 എന്ന പോയിന്റിലൂടെ പാസ് ചെയ്യുമ്പോൾ ഈ ലൈനിന്റെ പാരാമെട്രിക് ഇക്വേഷൻ കണ്ടുപിടിക്കണം. ആദ്യം എന്ത് അറിയണം? ഈ ലൈനിന്റെ വെക്റ്റർ വാല്യൂഡ് ഫംഗ്ഷൻ അറിയണം. ഈ ലൈനിന്റെ വെക്റ്റർ വാല്യൂഡ് ഫംഗ്ഷൻ r dash of ഞാൻ r1 എഴുതാൻ പോവാണ്. that is ഇങ്ങനെ എഴുതാം. that is വെക്റ്റർ വാല്യൂഡ് ഫംഗ്ഷൻ ഓഫ് ദി ടാൻജന്റ് ലൈൻ. ഞാൻ ഡിഫൈൻ ചെയ്യുന്നത് r1 of t equal to. അപ്പോൾ ഇത് ഈ ലൈനിന്റെ ഇക്വേഷൻ r1 of t ഞാൻ എടുത്തിക്കാണ്, ഞാൻ ജസ്റ്റ് ഡിഫൈൻ ചെയ്തിരിക്കുകയാണ്. എന്താണ് ഇതിന്റെ ഇക്വേഷൻ കണ്ടുപിടിക്കുക? എങ്ങനെ? r of t naught plus t into r dash of t naught. ഇതാണ് ഇക്വേഷൻ. ഇത് നമുക്കറിയാം. ഒരു കർവ് നമുക്ക് കിട്ടിയിട്ടുണ്ടെങ്കിൽ, അതുപോലെ തന്നെ t ഈക്വൽ ടു ഒരു പോയിന്റ് കിട്ടിയിട്ടുണ്ടെങ്കിൽ ഈ ലൈനിന്റെ ഇക്വേഷൻ എന്തായിരുന്നു? r of t naught. അഥവാ ഈ വെക്ടറിൽ r of t എന്ന വെക്ടർ വാല്യൂഡ് ഫംഗ്ഷനിൽ തന്നിട്ടുള്ള പോയിന്റ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക, പ്ലസ് ഇതിന്റെ ഡെറിവേറ്റീവ് കണ്ടുപിടിക്കുക, അതിലും തന്നിട്ടുള്ള പോയിന്റ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക, അതിന്റെ കൂടെ t ഗുണിക്കുക. ഓക്കെ, ഫസ്റ്റ് നമുക്ക് എന്ത് ചെയ്യണം? r of t naught അറിയണം.
പിന്നീട് നമുക്ക് ആർ ഡാഷ് ഓഫ് ടി കണ്ടുപിടിച്ചിട്ട് അതിലും ആ പോയിന്റ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം, എന്നിട്ട് ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം. ഓക്കെ, ദാറ്റ് ഈസ് ആർ ഓഫ് ടി നമുക്ക് തന്നിട്ടുണ്ട് അല്ലെ. എന്താണ് ആർ ഓഫ് ടി? ആർ ഓഫ് ടി ഈക്വൽ ടു ആർ ഓഫ് ടി ഞാൻ എഴുതിയിട്ടില്ല അല്ലെ, ക്വസ്റ്റ്യൻ കംപ്ലീറ്റ് ആക്കിയോ? ഓക്കെ, ക്വസ്റ്റ്യൻ കംപ്ലീറ്റ് ആക്കിയിരുന്നു. ദാറ്റ് ഈസ് ആർ ഓഫ് ടി ഈക്വൽ ടു സൈൻ ടി ഐ നെക്സ്റ്റ് പ്ലസ് ടി സ്ക്വയർ മൈനസ് കോസ് ടി ജെ പ്ലസ് എ റേസ് ടു ടി കെ ആയിരുന്നു അല്ലെ. എന്താണ് ആർ ഓഫ് സീറോ? ദാറ്റ് ഈസ് ഇതാണ് ആർ ഓഫ് ടി നോട്ട് അല്ലെ. ടി നോട്ട് 0 ആയിരുന്നു. ദാറ്റ് ഈസ് ആർ ഓഫ് സീറോ എന്താണ്? സൈൻ 0 ഐ, ദാറ്റ് ഈസ് 0 ഐ. നെക്സ്റ്റ് ഇവിടെ 0 വിളിക്കുമ്പോൾ ഇവിടെ 0 വരും, ഇവിടെ -1 വരും അല്ലെ. ദാറ്റ് ഈസ് മൈനസ് ജെ നെക്സ്റ്റ് പ്ലസ് കെ, ദാറ്റ് ഈസ് ഇ പവർ 0 പ്ലസ് കെ. അപ്പൊ ഇതാണ് ആർ ഓഫ് സീറോ. ഇനി എന്താ വേണ്ടത്? ആർ ഡാഷ് ഓഫ് സീറോ കണ്ടുപിടിക്കണം. ആർ ഡാഷ് ഓഫ് സീറോ കണ്ടുപിടിക്കണമെങ്കിൽ ആദ്യം ഇതിന്റെ ഡെറിവേറ്റീവ് അറിയണം അല്ലെ. എന്താണ് ആർ ഡാഷ്? ദാറ്റ് ഈസ് കോസ് ടി ഐ നെക്സ്റ്റ് പ്ലസ് 2t മൈനസ് കോസിന്റെ മൈനസ് വരും അല്ലെ, മൈനസ് ദാറ്റ് ഈസ് പ്ലസ് വരും, ദാറ്റ് ഈസ് സൈൻ ടി ജെ പ്ലസ് എ റേസ് ടു ടി. അതന്നെ എ റേസ് ടു ടി കെ. നമുക്ക് എന്താ വേണ്ടത്? ആർ ഡാഷ് ഓഫ് സീറോ ആണ്, വീണ്ടും സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. ദാറ്റ് ഈസ് 1i. നെക്സ്റ്റ് ഇവിടെ കംപ്ലീറ്റ് 0 വരും, കാരണം 0 ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ 0 വരും. ദാറ്റ് ഈസ് 0j പ്ലസ് സം കെ. ഇനി നമുക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. therefore ഇക്വേഷൻ എന്താണ്? r1 ഓഫ് ടി. ഈ r1 ഓഫ് ടി ഞാൻ ഡിഫൈൻ ചെയ്തതാണ്. ആ ലൈനിന്റെ പേര് r1 ഓഫ് ടി എന്ന് വിളിച്ചതാണ്. കാരണം r ഓഫ് ടി ചെയ്ത് കഴിഞ്ഞാൽ വീണ്ടും ഡൗട്ട് ആവും, കാരണം ഒരു r ഓഫ് ടി നമുക്ക് തന്നിട്ടുണ്ട്. അതുകൊണ്ട് ഞാൻ കൊടുത്തിട്ടുള്ള ഒരു പേരാണ് r1 ഓഫ് ടി. that is r1 of t equal to e vector, that is r of t naught, that is 0i minus j plus k, e vector plus t into അടുത്ത വെക്ടർ, that is 1 plus 0j plus k. നമുക്ക് കണ്ടുപിടിക്കണം എന്താണ്? വെക്ടർ വാല്യൂഡ് ഫംഗ്ഷൻ ആണ്. പാരാമെട്രിക് ഇക്വേഷൻ കണ്ടുപിടിക്കാൻ പറഞ്ഞത്. എന്താണ് പാരാമെട്രിക് ഇക്വേഷൻ പറഞ്ഞു കഴിഞ്ഞാൽ, നിങ്ങൾക്ക് ഇങ്ങനെ ഒരു വെക്ടർ തന്നു കഴിഞ്ഞാൽ, നമ്മൾ ഫസ്റ്റ് ക്ലാസ് പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഒന്നുകൂടി മനസ്സിലാൻ വേണ്ടിയിട്ട്, r of t equal to x of t i plus y of t j plus z of t k ഇങ്ങനെ ഒരു ഫംഗ്ഷൻ കിട്ടിയിട്ടുണ്ടെങ്കിൽ x of t equal to y of t equal to z of t equal to ഇങ്ങനെ എടുത്ത് എഴുതുന്നതിനെയാണ് പാരാമെട്രിക് ഇക്വേഷൻ എന്ന് പറയുക. ഇതാണ് പാരാമെട്രിക് ഇക്വേഷൻ. അപ്പൊ നമുക്ക് ഇങ്ങനത്തെ ഇക്വേഷൻ ആദ്യം അറിയണം. അത് നമുക്ക് ഇവിടുന്ന് നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും അല്ലെ. ദാറ്റ് ഈസ് r1 of t equal to ഇതേ, ദാറ്റ് ഈസ് ഫസ്റ്റ് വെക്ടർ 0i minus j plus k t plus t into അടുത്ത വെക്ടർ 1i plus 0j plus k അല്ലെ. ഇന്ന് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ എന്ത് വരും? ഇവിടെ 0 വരും. ദാറ്റ് ഈസ് 0 പ്ലസ് അടുത്തത് ഇവിടെ 0i minus j plus k. ഇവിടെ എന്ത് വരും? ദാറ്റ് ഈസ് ti പ്ലസ് 0j പ്ലസ് k എന്ന് വരും അല്ലെ. tk വരും. അപ്പോൾ ഇവിടെ നമുക്ക് സം വെക്ടറിന്റെ ഫോമിലേക്ക് മാറ്റി എഴുതാം. എന്ത് വരും? ദാറ്റ് ഈസ് 0i, ഇവിടെയും i ഉണ്ട്, ദാറ്റ് ഈസ് ti. അത് രണ്ടും ആഡ് ചെയ്യാം. അടുത്ത് ഇവിടെയും j ഉണ്ട്, ഇവിടെയും j ഉണ്ട്, പക്ഷെ ഇവിടെ 0 ആയതുകൊണ്ട് ഇവിടെ മൈനസ് j. അടുത്തത് ഞാൻ -1 into j എന്ന് എഴുതാൻ പോവാം. ദാറ്റ് ഈസ് -1 into j പ്ലസ് അടുത്തത് ഇവിടെ k ഉണ്ട്, ഇവിടെ tk ഉണ്ട്, ദാറ്റ് ഈസ് നമുക്ക് k പുറത്തേക്ക് എടുത്ത് കഴിഞ്ഞാൽ തരും, ദാറ്റ് ഈസ് 1 plus tk. ഓക്കെ, therefore എന്താണ് x equal to t, എന്താണ് y -1, എന്താണ് z, ദാറ്റ് ഈസ് 1 plus t. ടെക്സ്റ്റ് ബുക്കിൽ ഒന്ന് നോക്കി, ഇതാണോ ആൻസർ? ഓക്കെ, അപ്പൊ ഇതാണ് നമുക്ക്. അപ്പൊ ക്വസ്റ്റ്യൻ നിങ്ങൾ നോക്കണം. ക്വസ്റ്റ്യൻ എന്താണ്? വെക്ടർ ഫൈൻഡ് വെക്ടർ വാല്യൂ ഫംഗ്ഷൻ ആണെങ്കിൽ വളരെ സിമ്പിൾ ആയിരുന്നു. നമുക്ക് എവിടെ വെച്ച് നിർത്തായിരുന്നു? r1 of t equal to r of t naught plus t into r dash of t naught, ഇവിടെ വെച്ച് നിർത്തായിരുന്നു. ഇതിനെയാണ് വെക്ടർ ഫംഗ്ഷൻ അല്ലെങ്കിൽ വെക്ടർ വാല്യൂഡ് ഫംഗ്ഷൻ എന്ന് പറയാം. നമുക്ക് ചോദിച്ചത് പാരാമെട്രിക് ഇക്വേഷൻ ആണ്. അപ്പൊ ഇത് കണ്ടുപിടിച്ചിട്ട് ഇതിനെ ഒരു സം വെക്ടറിന്റെ ഫോമിലേക്ക് മാറ്റി ഒറ്റ വെക്ടർ ആക്കണം. ഇവിടെ നോക്കി, ഇവിടെ നമ്മൾ രണ്ട് വെക്ടറിന്റെ സമ്മാക്കിയാണ് എഴുതിയുള്ളത്. അതിനെ ഒന്ന് സ്പ്ലിറ്റ് ചെയ്ത് മാറ്റി i j k, അതിലെ കോമൺ ടേം ഐയുടെ ഒരു ടേം, ജെയുടെ ഒരു ടേം, കെയുടെ ഒരു ടേം, ഇങ്ങനെ ഒറ്റ ടേം ആക്കി എഴുതിയിട്ട് അതിലെ ഐയുടെ കോഫിഷ്യന്റ് ആണ് x, ജെയുടെ കോഫിഷ്യന്റ് ആണ് y, അതുപോലെ തന്നെ കെയുടെ കോഫിഷ്യന്റ് ആണ് എന്ത്, z. ഈ ഫോമുല എഴുതുന്നതിനെയാണ് എന്താ പറയുക? പാരാമെട്രിക് റെപ്രസെന്റേഷൻ അല്ലെങ്കിൽ പാരാമെട്രിക് ഇക്വേഷൻ എന്ന് പറയാം. ഓക്കെ, ക്ലിയർ ആണ്? ആർക്കെങ്കിലും ഡൗട്ട് ഉണ്ടോ? അനുശ്രീ, ക്ലിയർ ആണ് സർ. ആദി, ഫോളോ ചെയ്യാൻ പറ്റുന്നില്ലേ?
അതായത് സഫ ഡൗട്ട് ഉണ്ടോ? എന്താ ഒരു ആർ ഓഫ് ടി അല്ല ആർ ഓഫ് ടി ആർ ഡാഷ് ഓഫ് ടി കണ്ടിട്ട് അതിന്റെ എക്സ് എക്സ് ആഡ് ചെയ്യാം വൈ ആഡ് ചെയ്യാം അങ്ങനെ ഇത് അതല്ലേ? അതാണ്, അതിനെയാണ് നമ്മൾ സാധാരണ നമ്മൾ ഒരു വെക്റ്റർ എഴുതി കഴിഞ്ഞാൽ ആർ ഓഫ് ടി എഴുതി കഴിഞ്ഞാൽ അതിൽ ഒരു ടേം അതിന്റെ കൂടെ ഐ പ്ലസ് അടുത്ത ടേം അതിന്റെ കൂടെ ജെ പ്ലസ് അടുത്ത ടേം അതിന്റെ കൂടെ കെ. ഇനി രണ്ട് ഐയുടെ ടേം ഉണ്ടെങ്കിലും ആ രണ്ടും ഒന്നിച്ച് എഴുതിയിട്ട് ഒറ്റ ഐ ആക്കി എഴുതണം. ഓക്കെ, ഇതാണ് സ്റ്റാൻഡേർഡ് ഫോം. ഇങ്ങനെ എഴുതിയിട്ട് ഐയുടെ കൂടെയുള്ള ടേമിനാണ് നമ്മൾ എക്സ് വിളിക്കുക, ജെയുടെ കൂടുതലുള്ള ടേമിനാണ് വൈ വിളിക്കുക, സെഡിന്റെ കൂടുതൽ ടേമിനാണ് കെയുടെ കൂടുതൽ ടേമിനാണ് സെഡ് വിളിക്കുക. ഇതാണ് പാരാമെട്രിക് ഇക്വേഷൻ, മറ്റേത് വെക്റ്റർ ഇക്വേഷൻ. ഓക്കെ തയ്യിബ? ഓക്കെ, കേൾക്കുന്നുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കുക. നെക്സ്റ്റ് അടുത്ത ക്വസ്റ്റ്യൻ. ഫൈൻഡ് പാരാമെട്രിക് ഇക്വേഷൻ of the tangent to the ellipse x square divided by 4 plus y square equal to 1 at p root 2 1 divided by root 2 0. നമുക്ക് പാരാമെട്രിക് തൊട്ടുമുന്നത്തെ അതേപോലെ തന്നെ പാരാമെട്രിക് ഇക്വേഷൻ, പക്ഷേ ഇവിടെ രണ്ട് കാര്യങ്ങൾ ഹിഡൻ ആയിട്ടാണ് തന്നുള്ളത്. നമുക്ക് പാരാമെട്രിക് ഇക്വേഷൻ അറിയണമെങ്കിൽ എന്തൊക്കെ അറിയണം? പാരാമെട്രിക് ഇക്വേഷൻ അറിയണമെങ്കിൽ ദാറ്റ് ഈസ് ഒരു കർവ് അറിയണം. ആ കർവിന്റെ കൂടെയുള്ള ടാൻജന്റ് ലൈനിന്റെ പാരാമെട്രിക് ഇക്വേഷൻ ചോദിച്ചുള്ളത്. ആദ്യം എന്തറിയണം? ഈ വെക്റ്റർ എന്തറിയണം? ഈ വെക്റ്റർ വാല്യൂഡ് ഫംഗ്ഷൻ ദാറ്റ് ഈസ് ആർ ഓഫ് ടി എന്തറിയണം? ആർ ഓഫ് ടി മാത്രം പോരാ, ഒരു ടി നോട്ട് നമുക്ക് തരണം അല്ലെ? ദാറ്റ് ഈസ് ആർ ഓഫ് ടിയും ടി നോട്ട് തന്നു കഴിഞ്ഞാലേ നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ. പക്ഷെ ഇവിടെ കർവ് ഏതാന്ന് പറഞ്ഞിട്ടുണ്ട്. എന്തിനോടാണ് ടാൻജന്റ് വരയ്ക്കാൻ പോണത്? എലിപ്സ് ആണ്. എലിപ്സിന്റെ പാരാമെട്രിക് ഇക്വേഷൻ നിങ്ങൾക്ക് അറിഞ്ഞിരിക്കണം. ഈ എലിപ്സിന്റെ ഇക്വേഷൻ ശരിക്കും പറഞ്ഞാൽ എങ്ങനെയാണ്? എക്സ് സ്ക്വയർ ഡിവൈഡ് ബൈ എ സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ ഡിവൈഡ് ബൈ ബി സ്ക്വയർ ഈക്വൽ ടു 1. ഇവിടെ എലിപ്സിന്റെ സ്റ്റാൻഡേർഡ് ഇക്വേഷൻ ഇതാണ്. എക്സ് സ്ക്വയർ ഡിവൈഡ് ബൈ എ സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ ഡിവൈഡ് ബൈ ബി സ്ക്വയർ ഈക്വൽ ടു 1 ആണ്. ദാറ്റ് ഈസ് ഇതിന്റെ പാരാമെട്രിക് ഇക്വേഷൻ ആണ്. എക്സ് ഈക്വൽ ടു എ കോസ് ടി നമ്മൾ ഫസ്റ്റ് ക്ലാസ്സിൽ പഠിച്ചിട്ടുണ്ട്. വൈ ഈക്വൽ ടു ബി സൈൻ ടി, വേർ എ എന്താണ്? എ ഈക്വൽ ടു 2 അല്ലെ? 4 വന്നതുകൊണ്ട് 4a സ്ക്വയർ ആണെങ്കിൽ എ എന്താണ്? ദാറ്റ് ഈസ് എ ഈക്വൽ ടു 2. അതുപോലെ തന്നെ ബി എന്താണ്? ബി ഈക്വൽ ടു 1. ഇനി എങ്ങനെ ഇത് പാരാമെട്രിക് ഇക്വേഷൻ ആണ്. എങ്ങനെ വെക്റ്റർ വാല്യൂഡ് ഫംഗ്ഷൻ എഴുതും? എക്സ് ഓഫ് ടി ഐ പ്ലസ് വൈ ഓഫ് ടി ജെ അല്ലെ? ദാറ്റ് ഈസ് നമുക്ക് ഒന്നാമത്തെ ഹിഡൻ ഡാറ്റ കിട്ടി. ദാറ്റ് ഈസ് ആർ ഓഫ് ടി ഈക്വൽ ടു 2 cos t i plus 1 sin t j, that is sin t j. ഇനി എന്താ വേണ്ടത്? ഇനി t അറിയണം അല്ലെ? t ഈക്വൽ ടു, പക്ഷെ ഇവിടെ നമുക്ക് പോയിന്റ് തന്നിട്ടുണ്ട്. ആ പോയിന്റിന്റെ എക്സ് വൈ സെഡ് കോർഡിനേറ്റ് ആണ് ഇത്. ദാറ്റ് ഈസ് റൂട്ട് 2 1/2 0. t എന്താവും? എന്താണ് എക്സ്? എക്സ് നോക്കിയാൽ ഇവിടെ മനസ്സിലാവും. എക്സ് ഈക്വൽ ടു എ കോസ് ടി ആണ്. എപ്പോഴാണ് എ കോസ് ടി? ദാറ്റ് ഈസ് എ കോസ് ടി പറഞ്ഞത് 2 കോസ് ടി. എപ്പോഴാണ് 2? ഇതാണ് എക്സ്, ഇതാണ് എക്സ്, ഇതാണ് വൈ. ഇനി ഇവിടെ വേണമെങ്കിൽ എന്ത് ചെയ്യാം? 0k എന്ന് എഴുതാം അല്ലെ? ദാറ്റ് ഈസ് ഇതാണ് സെഡ്, സെഡ് 0 ആണ് അല്ലെ? അപ്പൊ 0k തന്നിട്ടുണ്ട്. ഇനി സൈൻ നമുക്ക് ടി ആണ് അറിയേണ്ടത്. എപ്പോഴാണ് 2 കോസ് ടി? എപ്പോഴാണ് എന്ത് വരിക? 2 ഇവിടെ എക്സ് ഇതാണ് അല്ലെ? വൈ ഇതാണ്, സെഡ് ഇതാണ്. എപ്പോഴാണ് 2 കോസ് ടി റൂട്ട് 2 വരിക? ദാറ്റ് ഈസ് കോസ് ടി എപ്പോഴാണ് 2 ഡിവൈഡഡ് ബൈ 2 റൂട്ട് 2 ഡിവൈഡ് ബൈ 2 വരിക? ദാറ്റ് ഈസ് ഇത് രണ്ടും ക്യാൻസൽ ചെയ്ത് കഴിഞ്ഞാൽ കോസ് ടി എപ്പോഴാണ് 1 ഡിവൈഡ് ബൈ റൂട്ട് 2 വരിക? എപ്പോഴാണ് ടി ഈക്വൽ ടു കോസ് ഇൻവേഴ്സ് എപ്പോഴാണ് 1 ഡിവൈഡ് ബൈ റൂട്ട് 2 വരിക? ദാറ്റ്സ് ഈക്വൽ ടു എപ്പോഴാണ്? π/4 ആവുമ്പോഴാണ്. ശരിയല്ലേ? π/4 ആവുമ്പോഴാണ്. അപ്പൊ ഒന്നെങ്കിൽ ഏതെങ്കിലും ഒരു ഇക്വേഷൻ നോക്കിയാൽ മതി. ഇനി അടുത്ത നോക്കി ഇതും ഒന്നെങ്കിൽ ഇതിൽ നിന്ന് നിങ്ങൾക്ക് കണ്ടുപിടിക്കാൻ പറ്റും. ഇത് sin 2t, ഇതാണ് എന്ത്? y, ഇതാണ് y. ഓക്കെ, ദാറ്റ് ഈസ് sin t എപ്പോഴാണ് 1/√2 വരിക? sin t ഞാൻ താഴെ sin t എപ്പോഴാണ് 1/√2 വരിക? ദാറ്റ് ഈസ് t എപ്പോഴാണ് sin ഇൻവേഴ്സ് 1/√2 വരിക? ദാറ്റ്സ് ഈക്വൽ ടു t ഈക്വൽ ടു π/4 വരെ. ഏതെങ്കിലും ഒന്ന് ചെയ്താൽ മതി, അതിന് കറസ്പോണ്ടിങ് ബാക്കിയെല്ലാം ഈക്വൽ ആയിരിക്കും. നിങ്ങൾക്ക് 3 ഇക്വേഷൻ ചെയ്ത് കഴിഞ്ഞാലും ഒരേ ആൻസർ കിട്ടുക. അപ്പൊ നമുക്ക് രണ്ട് കാര്യങ്ങൾ കിട്ടി. ഒന്ന് ആർ ഓഫ് ടി കിട്ടി. എന്താണ് ആർ ഓഫ് ടി? 2 cos ti plus
sin tj പ്ലസ് 0k. 0k എഴുതിയിട്ടില്ലെങ്കിൽ പ്രശ്നമില്ല, ഇനി എഴുതിയാലും കുഴപ്പമില്ല, കാരണം നമ്മൾ 0k ടേം തന്നിട്ടില്ല. ഇനി ടി തന്നിട്ടുണ്ട്, ടി ഈക്വൽ ടു തന്നിട്ടുണ്ടായിരുന്നില്ല, പക്ഷെ നമ്മൾ കണ്ടെത്തി, കാരണം നമുക്ക് പോയിന്റ് തന്നിട്ടുണ്ടായിരുന്നു. ആ പോയിന്റിൽ നിന്ന് ടി ഈക്വൽ ടു π/4 ടൈം ആകുമ്പോൾ ആ പോയിന്റിൽ എത്തുന്നു. അപ്പോൾ തൊട്ട് മുന്നത്തെ ക്വസ്റ്റ്യനിലെ പോലെ അതേപോലെ ആയി. ഇനി എന്ത് കണ്ടുപിടിക്കണം? പാരാമെട്രിക് ഇക്വേഷൻ അറിയണം. ദാറ്റ് ഈസ് ഞാൻ വീണ്ടും ചെയ്യാൻ പോവാണ്. ദാറ്റ് ഈസ് r1 ഓഫ് ടി ആണ് നമ്മുടെ ആ ലൈൻ എങ്കിൽ ആ ലൈനിന്റെ വെക്റ്റർ ഫംഗ്ഷൻ എന്താണ്? r ഓഫ് ടി നോട്ട് പ്ലസ് ടി ഇൻറ്റു r ഡാഷ് ഓഫ് ടി നോട്ട്. ഓക്കെ, r ഡാഷ് ഓഫ് ടി നോട്ട്. ഫസ്റ്റ് എന്ത് ചെയ്യണം? r ഓഫ് ടി നോട്ട് അറിയണം. എന്താണ് ടി നോട്ട്? ടി നോട്ട് ഈക്വൽ ടു π/4 ആ. That is r of π/4 അറിയണം. എന്ത് വരും? That is 2 into cos π/4 1 divided by root 2 plus sin π/4 that is 1 divided by root 2. ഇവിടെ i ഉണ്ട്, ഇവിടെ j ഉണ്ട്, plus 0. ഓക്കെ, ഇതാണ് r of π/4. ഇനി അടുത്ത എന്താ വേണ്ടത്? ഇതിന്റെ ഡെറിവേറ്റീവ് കണ്ടുപിടിക്കണം. എന്താണ് r ഡാഷ് വരുന്നത്? r ഡാഷ് പറഞ്ഞു കഴിഞ്ഞാൽ -2 sin ti plus cos tj അല്ലേ? നമുക്ക് വേണ്ടത് r ഡാഷ് ഓഫ് ടി അല്ല, r ഡാഷ് ഓഫ് π/4 ആണ് വേണ്ടത്. ദാറ്റ് ഈസ് എന്ത് വരും? -2 sin π/4 ദാറ്റ്സ് ഈക്വൽ ടു 1 divided by root 2 പ്ലസ് 1 divided by root 2j അല്ലേ? പ്ലസ് 0. ഓക്കെ, ഇനി എന്ത് ചെയ്യാം? നേരെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ വെക്റ്റർ വാല്യൂഡ് ഫംഗ്ഷൻ ആണ് നമുക്ക് കിട്ടുക അല്ലേ? ദാറ്റ് ഈസ് r1 ഓഫ് ടി എന്ത് വരും? ദാറ്റ് ഈസ് 2. ഇത് രണ്ടും ക്യാൻസൽ ചെയ്യാം, സിമ്പിൾ ഫോമിലേക്ക് മാറ്റി എഴുതാം. ദാറ്റ് ഈസ് √2i 1 divided by root 2j plus 0k plus t into another function that is root 2 minus root 2i. ഇവിടെ i ഉണ്ട്, i plus 1 divided by root 2j plus 0k. ഇവിടെ രണ്ട് വെക്റ്റർ ആണ്, ആ രണ്ട് വെക്റ്ററിനെയും ആഡ് ചെയ്തിട്ട് സം കോമൺ വെക്റ്റർ ആക്കി മാറ്റി എഴുതണം. ദാറ്റ് ഈസ് എന്ത് വരും? ദാറ്റ് ഈസ് ഇവിടെ √2 ഉണ്ട്, ഇവിടെ t ഇൻറ്റു മൈനസ് √2. നമുക്ക് വേണമെങ്കിൽ ചെയ്യാം √2 പുറത്തേക്ക് എടുക്കാം അല്ലേ? ബാക്കി എന്തുണ്ട്? ഇവിടെ 1 മൈനസ് ടി ഐ എന്ന് എഴുതാം അല്ലേ? ഇവിടെ √2 പുറത്തുണ്ട്, അത് പുറത്തേക്ക് എഴുതിയിട്ട് ഇവിടെ പുറത്തുള്ള എന്താണ്? √2 കോമൺ ആണ്, ഐയും കോമൺ ആണ്, ബാക്കിയുള്ളത് ബ്രാക്കറ്റിന്റെ അകത്ത് എഴുതിയെന്നുള്ളൂ. അടുത്തത് ഇവിടെ എന്താണ്? 1 divided by √2j പ്ലസ് ടി ഇൻറ്റു 1 by √2. അപ്പൊ 1 by പ്ലസ് 1 by √2 നമുക്ക് എന്ത് ചെയ്യാം? ടി പ്ലസ് 1j എന്ന് എഴുതാം. നെക്സ്റ്റ് അടുത്ത 0k എഴുതിയിട്ടില്ലെങ്കിലും പ്രശ്നമില്ല, ഇനി എഴുതിയാലും പ്രശ്നമില്ല. therefore 0k എന്ന് എഴുതാം. ഓക്കെ, therefore ഇതല്ല ചോദിച്ചിട്ടുള്ളത്, എന്താണ്? പാരാമെട്രിക് ഇക്വേഷൻ ചോദിച്ചിട്ടുണ്ടായിരുന്നത്. therefore x ഈക്വൽ ടു √2 ഇൻറ്റു 1 മൈനസ് ടി, y ഈക്വൽ ടു 1 divided by √2 ഇൻറ്റു ടി പ്ലസ് 1, z ഈക്വൽ ടു എഴുതിയാലും പ്രശ്നമില്ല. നിങ്ങൾ ക്വസ്റ്റ്യനിൽ z ഇല്ലെങ്കിൽ എഴുതേണ്ട ആവശ്യമില്ല. ഇനി ക്വസ്റ്റ്യൻ എന്തെങ്കിലും z ഉണ്ടെങ്കിലോ ഇനി എഴുതിയാലും തെറ്റില്ല. ഓക്കെ, അപ്പൊ ഇതാണ് പാരാമെട്രിക് ഇക്വേഷൻ. ടെക്സ്റ്റ് ബുക്ക് ഒന്ന് നോക്കി, ആരെങ്കിലും ടെക്സ്റ്റ് ബുക്ക് നോക്കി, ഇതാണോ ആൻസർ? ഓക്കെ, അപ്പൊ ഇത്രയും നിങ്ങൾ തറവായിട്ട് പഠിക്കുക. ബാക്കിയുള്ള നമുക്ക് നെക്സ്റ്റ് ക്ലാസ് ഡിസ്കസ് ചെയ്യാം. ഓക്കെ, എവിടെയെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾ ചോദിക്കാം. ഓക്കെ ഓക്കെ അനുശ്രീ, ആദി ക്ലിയർ അല്ലേ? ഓക്കെ ഓക്കെ, ബാക്കിയുള്ള നമുക്ക് നെക്സ്റ്റ് ക്ലാസ് ഡിസ്കസ് ചെയ്യാം. താങ്ക് യു.